നമസ്കാരം. നിലപാടിലേക്ക് സ്വാഗതം. നിലപാടിൽ ഇന്ന് സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ CPI ഇടുക്കി ജില്ലാ കൗൺസിൽ അംഗവും വിനു സ്കറിയയാണ്. വിനു സ്കറിയ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചക്രമുടി വിവാദ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നിഗൂഢതകളും തനിക്കറിയാവുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങൾ പ്രേക്ഷകരോട് സംവദിക്കാനാണ്. നമസ്കാരം വിനു സ്കറിയ. നമസ്കാരം. ആദ്യം ഒരു കത്താണ് എൻ്റെ കയ്യിലുള്ളത്. ചക്രമുടി ഭൂമി സംബന്ധമായ വിഷയത്തിൽ ഭൂമി കയ്യേറ്റമാണെന്നും ഇതിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് സലീം കുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം ജയ മധു, പാർട്ടി അടിമാലി മണ്ഡലം സെക്രട്ടറി KM ഷാജി എന്നിവർ പങ്കാളികളാണെന്നും ഈ ഭൂമി കയ്യേറ്റത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആരോപിച്ച് സഖാവ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതി DC-ക്ക് അയച്ച് നൽകിയത് ലഭിച്ചിട്ടുണ്ട്. ഈ പരാതി പാർട്ടി ഘടകത്തിൽ പരിഗണിക്കേണ്ടതിലേക്കായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ നിജസ്ഥിതിയും വിശദാംശങ്ങളും ഈ നോട്ടീസ് ലഭിച്ച 7 ദിവസത്തിനകം രേഖാമൂലം DC-ക്ക് നൽകണമെന്ന് അറിയിക്കുന്നു. അഭിവാദ്യങ്ങളോടെ K. സലീം കുമാർ, വിനു സ്കറിയ, DC മെമ്പർ ഇടുക്കി. ഇപ്പോൾ വിനു സ്കറിയ ഈ കത്ത് ഞാൻ വായിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം DC മെമ്പറല്ല എന്ന കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ വിനു സ്കറിയ ഇങ്ങനെയൊരു കത്ത് നിങ്ങൾക്ക് തരുവാനും നിങ്ങളോട് വിശദീകരണം ചോദിക്കുവാനും കാരണം എന്താണ്? നമ്മുടെ ദേവികുളം താലൂക്കിലെ ബൈസൺ വാലി വില്ലേജിൻ്റെ ഭാഗമായ ചക്രമുടി മലനിരകളിൽ വലിയ കയ്യേറ്റം നടന്നതുമായി ബന്ധപ്പെട്ട് അവിടെ വ്യാജപ്പട്ടയം ഉണ്ടാക്കിയെന്നും ആ വ്യാജപ്പട്ടയത്തിൻ്റെ അനുവാദികമായ രേഖകൾ റീസർവേ സ്കെച്ചടക്കം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഗവൺമെൻറ്റിനെ ഇടപെടിക്കുന്നതിന് CPIയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച K. സലീംകുമാറും മറ്റ് പറഞ്ഞിട്ടുള്ള പേരുകാരും ഈ CB ജോസഫ് കൈപ്പൻപ്ലാക്കിൽ എന്ന് പറയുന്ന ഈ ചക്രമുടിയിൽ 14.69 ഏക്കർ സ്ഥലത്തിന് രേഖകളുണ്ടാക്കിയ പട്ടയമുണ്ടാക്കി വ്യാജരേഖകൾ ചമച്ച CB ജോസഫിനെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിക്കുള്ളിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചത്. പാർട്ടിക്കുള്ളിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അന്ന് ഞാൻ ഈ വിഷയം പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കുകയും പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായും ഇതൊന്നും അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയും ഞാൻ ഉന്നയിച്ച ആക്ഷേപം അത് തെറ്റായ ആരോപണമാണെന്ന് പറയുകയും ഞാൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ തള്ളിക്കളയാനാണ് അവർ ശ്രമിച്ചത്. സ്വാഭാവികമായും എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമെന്നുള്ള നിലയിൽ ഇതിനെ സംബന്ധിച്ച് പാർട്ടി ജില്ലാ കൗൺസിൽ അംഗമായിരുന്ന ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചാണ് പരാതി എന്നുള്ളതുകൊണ്ട് പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറിക്ക് രേഖാമൂലം ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഇന്ന ആളുകൾക്കെല്ലാം ഇതിൽ പങ്കുണ്ടെന്നും ഇതിനാവശ്യമായ ഉത്തരവുകൾ രേഖകൾ സമ്പാദിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പേരിൽ വലിയ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട് എന്നും ആ സാമ്പത്തിക അഴിമതിയെ സംബന്ധിച്ച് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തത്. ആ പരാതി കൊടുത്ത് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്ത് യാതൊരു മറുപടിയും ഉണ്ടാകുന്നില്ല. എന്നാൽ ഞാൻ ആരെപ്പറ്റിയാണോ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണ വിധേയനായ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ എനിക്ക് ഒരു വിശദീകരണ കത്ത് എനിക്ക് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ കത്തിൽ സൂചിപ്പിച്ചതുള്ള ഇപ്പോൾ തങ്കച്ചൻ സൂചിപ്പിച്ച കാര്യമാണ്. അതിൽ ആരോപണ വിധേയൻ തന്നെ പരാതിക്കാരനോട് തെളിവുകളും രേഖകളും ഹാജരാക്കണം 7 ദിവസത്തിനകം എന്ന് പറഞ്ഞ് ഒരു വിശദീകരണ കത്ത് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ വിനു സ്കറിയ, ഞാൻ ഈ പരാതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജയ മധു സ്റ്റേറ്റ് കൗൺസിൽ അംഗമാണ്, അതോടൊപ്പം ജില്ലാ സെക്രട്ടറിയാണ് സലീം കുമാർ, അതുപോലെ തന്നെ KM ഷാജി ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി കൂടിയാണ്. ഇവർക്കെതിരെ ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം എന്താണ്? ഏതൊക്കെ തരത്തിലാണ് ഇവർ ഈ കയ്യേറ്റ മാഫിയയെ സഹായിച്ചതെന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെ കരുതാനുള്ളൊരു കാരണം ഈ വിഷയത്തിൽ ഈ ആരോപണം ഈ CB ജോസഫ് എന്ന് പറയുന്ന ഈ ഭൂമി ഉടമ അയാൾ തന്നെയാണ് ഇതിന് ഈ കാര്യങ്ങൾക്കെല്ലാം എന്നെ സഹായിച്ചത്. CPIയുടെ ജില്ലാ സെക്രട്ടറി സലീംകുമാറും ഞാൻ ഈ പേര് പറഞ്ഞ ആളുകളുമാണ് എന്ന് ഇവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് മന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം അപേക്ഷ കൊടുത്തുവെന്നും മന്ത്രിയുടെ ഓഫീസിൽ ഈ കാര്യത്തിൽ സഹായിക്കാൻ
ഈ സലിംകുമാർ അടക്കമുള്ള സംഘം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിലെല്ലാം ഈ റീസർവേ നടത്തുന്ന വേഗതയിൽ നടക്കാൻ വേണ്ടി ഈ മന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത കത്ത് വളരെ വേഗതയിൽ കളക്ടറേറ്റിലേക്ക് വരുന്നു. കളക്ടറേറ്റിൽ നിന്ന് അത് വളരെ വേഗം അന്നത്തെ ഉടുമ്പൻചോല 2023 ഈ സംഭവം നടക്കുന്നത്. 2023 ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൻ്റെ ഭാഗമാണ് ബൈസൺ വാലി. അപ്പോൾ ഉടുമ്പൻചോല താലൂക്കിലേക്ക് ഇത് വരുന്നു. 15 ദിവസം കൊണ്ട് ഈ ഭൂമി റീസർവേ നടത്തി അതിൻ്റെ സ്കെച്ച് ഈ സിബി ജോസഫിന് ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്വാഭാവികം നമുക്കറിയാം, ഇന്നൊരു ലൈഫ് ഭവന പദ്ധതി ലൈഫ് വീട് അനുവദിച്ചാൽ, പഞ്ചായത്തിൽ വീട് അനുവദിച്ചാൽ അതിന് വീട് വയ്ക്കാൻ ഒരു NOC കിട്ടണമെങ്കിൽ പോലും മാസങ്ങളോളം ഈ ഓഫീസുകളിലൂടെ കയറി ഇറങ്ങി നടന്നാൽ പോലും പാവപ്പെട്ട ആളുകൾക്ക് അത് ലഭിക്കാത്ത സാഹചര്യമുള്ളപ്പോൾ ഈ ദക്ഷിണേന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഉയരമുള്ള മലയാണ് ചൊക്രമുടി മല. രണ്ടാമത്തെ ഉയരമുള്ള മലയാണ്. അവിടെ വരയാടികളുടെ ആവാസ കേന്ദ്രമാണ്. അവിടെ വലിയ ടൂറിസം സാധ്യതയുള്ള മേഖലയാണ്. പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. റെഡ് സോണിൽ പെട്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഇത്തരം ഒരു പട്ടയം ലഭിക്കാനോ അല്ലെങ്കിൽ ആ പട്ടയത്തിന് ആനുപാതികമായ രേഖകൾ റീസർവേ സ്കെച്ചടക്കം ലഭിക്കാനോ മറ്റ് അതുമായി ബന്ധപ്പെട്ട ആ ഭൂമിക്ക് കരമടച്ച ആരെങ്കിലും പേരിൽ കൂട്ടിക്കൊടുക്കാനോ കഴിയാത്ത സാഹചര്യമാണ്. അത് മാത്രമല്ല, അവിടെ വേണ്ട 876 ഏക്കർ ഭൂമി 974 അവിടെ ആ മേഖലയിൽ ബൈസൺ വാലി വില്ലേജിൽ റീസർവേ നടക്കുമ്പോൾ അത് സർക്കാരിൻ്റെ പാറത്തരിശായി രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയാണ്. സർക്കാരിൻ്റെ പാറത്തരിശായി രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയിൽ 65-ലും 69-ലും 70-ലും ലഭിച്ച പട്ടയം എന്നാണ് ഇവർ പട്ടയം കാണിച്ച് അവകാശപ്പെടുന്നത്. 74-ൽ റീസർവേ നടക്കുമ്പോൾ 74-ൽ അവിടെ റീസർവേ നടക്കുമ്പോൾ സർക്കാരിൻ്റെ പാറത്തരിശ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി 65-ലും 69-ലും 70-ലും ഇവർക്ക് പട്ടയമുണ്ടെങ്കിൽ 74-ൽ റീസർവേ നടക്കുമ്പോൾ ഇവർ അതിന് അവകാശവാദം ഉന്നയിക്കണമല്ലോ. ഒരാളും ഇതിന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി മനസ്സിലാവുന്നത് ഇയാളുടെ ഈ പറയുന്ന സിബി ജോസഫ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബൈസൺ വാലിയിലെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആ സാബുവിനോട് സാബു അവിടെ ഒരു തർക്കമുണ്ടായി, ഭൂമിയുമായി ബന്ധപ്പെട്ട് അവിടെ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടായപ്പോൾ പാർട്ടിയുടെ ഭാഗമായി വിഷയത്തിൽ ഇടപെടാൻ ചെന്നപ്പോൾ ഈ സാബുവിനോട് ഈ പറയുന്ന സിബി ജോസഫ് പറഞ്ഞത്, ചേട്ടനൊരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്, എന്നാൽ എന്നെ ഈ കാര്യത്തിൽ സഹായിച്ചിട്ടുള്ളത് ഈ പറയുന്ന നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി സലിംകുമാറും നിങ്ങളുടെ അടിമാലിയിലെ നേതാക്കളും അടക്കമുള്ളവരാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അവരാണ് എൻ്റെ കൂടെ മന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ വിറ്റ് കിട്ടുന്ന ലാഭത്തിൻ്റെ 1/3 വിഹിതം അവർക്കുള്ളതാണ് എന്ന് ഈ സിബി ജോസഫ് പറയുന്നത് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയോടാണ്. 2 അവിടുത്തെ പാർട്ടിയുടെ മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഇത് പറയുന്നു. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇയാളെ സഹായിച്ചത് ഈ പാർട്ടി ഞാൻ സൂചിപ്പിച്ച നേതാക്കന്മാരാണെന്ന് ഈ സിബി തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അത് ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നു. രണ്ടാമതൊരു കാര്യം, ഈ വിഷയം ഉണ്ടാകുന്നു, ചൊക്രമുടിയായി ബന്ധപ്പെട്ട് വലിയ വിവാദമാകുന്നു. ഈ 14.69 ഏക്കർ ഭൂമിക്ക് 65-ലും 69-ലും 70-ലും പട്ടയമുണ്ടെന്നും ആ പട്ടയം റീസർവേ നടത്തി അത് ആ ഭൂമി ലൊക്കേറ്റ് ചെയ്ത് അതിന് റീസർവേ സ്കെച്ച് കൊടുക്കുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട് 49 പേർക്ക് ഈ ഭൂമി തുണ്ടുതുണ്ടായി 2 ലക്ഷം രൂപ മുതൽ മേളിലേക്ക് സെന്റിന് ഏതാണ്ട് 4 ലക്ഷം രൂപ വരെ സെന്റിന് വിലയ്ക്ക് മറിച്ച് വിൽപ്പന നടത്തുകയും ആ ഭൂമിയിലൂടെ കോൺക്രീറ്റ് റോഡും ടാറിംഗ് റോഡും അടക്കം ഉണ്ടാക്കുന്നു. അതുപോലെ അവിടെ പാറ ഖനനം നടത്തുന്നു. അതുപോലെ ആദിവാസികളുടെ തൊട്ടുഭാഗത്ത് താമസിക്കുന്ന ആദിവാസികൾ കുടിവെള്ളം ലഭിച്ചുകൊണ്ടിരുന്ന കുടിവെള്ള സ്രോതസ് അടച്ചു കെട്ടി അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ നടന്ന് വലിയ വിവാദമായി മാധ്യമങ്ങളെല്ലാം വിഷയം ഏറ്റെടുത്തു. ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ മുൻ പ്രതിപക്ഷ നേതാവ് അവിടെ വരുന്നു, നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് അവിടെ വരുന്നു, ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാം അവിടെ വരുന്നു. പക്ഷേ ഈ വകുപ്പ് ഭരിക്കുന്ന പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി വകുപ്പ് ഭരിക്കുന്ന പാർട്ടി മാത്രം ആ സ്ഥലത്തൊന്ന് സന്ദർശിക്കുകയോ അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയോ അങ്ങനെ അഭിപ്രായം ചെയ്യാത്ത വന്നപ്പോഴാണ് ഞാൻ അന്ന് ഇപ്പം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമല്ല, ഞാൻ പാർട്ടി CPIയുടെ ഭാഗമല്ല. ഇപ്പോൾ എന്നെ ഈ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് സാമ്പത്തിക അഴിമതി പറ്റിയ വ്യക്തമായ ധാരണയോടുകൂടി പരാതി കൊടുത്തതിൻ്റെ പേരിൽ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഞാനിപ്പോൾ CPIയുടെ ഭാഗമല്ല. പക്ഷേ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാത്തതിൽ അന്ന് ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വളരെ ശക്തമായി വിമർശനം ഉന്നയിച്ചു. അങ്ങനെ വിമർശനം ഉന്നയിച്ചതിൻ്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിക്ക് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും അവസാനമാണ് CPIയുടെ പ്രതിനിധി സംഘം അവിടെ സന്ദർശിക്കുന്നത്. അവിടെ സന്ദർശിക്കുന്നതിന് തൊട്ട് തലേന്ന് CPIയുടെ മുഖപത്രമായ ജനയോഗത്തിൽ സിബി ജോസഫ് എന്ന് പറയുന്ന കയ്യേറ്റക്കാരൻ്റെ ഒരു വാർത്ത വരികയാണ്. കയ്യേറ്റക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത വരികയാണ്. ആ പത്രത്തിൽ പറയുന്നു, CPIയുടെ മുഖപത്രമാണ് ജനയുഗം.
ആ പത്രത്തിൽ പറയുന്നു കള്ളത്തരത്തിന്റെ ചൊക്കരമുടിയിൽ ഉയർത്തിയ കള്ളത്തരത്തിന്റെ ചില്ലുകൊട്ടാരങ്ങൾ തകർന്നു വീണു എന്നാണ് ഹെഡ്ലൈൻ. എന്ന് പറഞ്ഞാൽ സിബിഐ വെള്ളപൂശിക്കൊണ്ട് സിബിഐ അങ്ങനെ അവിടെ കയ്യേറ്റം നടത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി സിബിഐ വിളിച്ചു വരുത്തി അങ്ങനെ അഭിമുഖമെടുത്ത് CPIയുടെ മുഖപത്രത്തിൽ വലിയ വാർത്തയായി പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആരാണ് വ്യഗ്രത കൊണ്ടത്? ആർക്കായിരുന്നു അതിന് താല്പര്യം? അപ്പൊ സ്വാഭാവികമായും CPIയുടെ നേതാക്കന്മാർക്ക് ഇതിൽ പങ്കില്ലെങ്കിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും മന്ത്രിയെ ഗവൺമെന്റിന്റെ അടക്കം ഇടപെടിച്ച് വളരെ വേഗത്തിൽ നടപടികൾ കൊണ്ടുപോവുകയുമാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ സംഭവം നടന്ന ചൊക്രമുടി വിഷയം വിവാദമായ അതിന്റെ പിറ്റേന്ന് തന്നെ ജില്ലയിലെ ചില മുതിർന്ന നേതാക്കൾ റവന്യൂ വകുപ്പ് മന്ത്രിയെ നേരിട്ട് വിളിക്കുന്നു. റവന്യൂ വകുപ്പ് മന്ത്രിയോട് പറയുന്നു ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട് അടിയന്തരമായി ഇടപെടണമെന്ന് പറയുന്നു. പക്ഷേ റവന്യൂ വകുപ്പ് മന്ത്രിയോടും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോടും ഈ കാര്യം വിളിച്ച് പറഞ്ഞിട്ടും 15 ദിവസം വരെ ഈ കാര്യത്തിൽ യാതൊരു നിലപാട് സ്വീകരിച്ചില്ല. അങ്ങനെ പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്തയായി, ഇത് നാട് മൊത്തം അറിയുന്ന വലിയ വിവാദപരമായ വാർത്തയായി വന്നപ്പോൾ മാത്രമാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവുണ്ടായത്. വളരെ കൃത്യമായി ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതിൽ ഈ പറയുന്ന ആളുകൾക്ക് മാത്രമല്ല റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് വളരെ കൃത്യമായി ബന്ധമുണ്ട്. കാരണം ഞാനകത്ത് സൂചിപ്പിച്ചല്ലോ, റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് ബന്ധമില്ലെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഡേറ്റ് ഒന്നും ഇല്ലാത്തൊരു കത്ത് കിട്ടുന്നു, ഒരു പരാതി കിട്ടുന്നു. ആ പരാതി വളരെ വേഗം താഴെ കളക്ടറേറ്റിലേക്ക് കൈമാറുന്നു. കളക്ടറേറ്റിലൊരു ഡെപ്യൂട്ടി കളക്ടറുണ്ട്, ഇപ്പോൾ അദ്ദേഹം എറണാകുളത്താണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഉടുമ്പൻചോല താലൂക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം ഇത്തരം വിഷയങ്ങളെ അനധികൃതമായി ഇടപെടൽ നടത്തുന്നു, ഭൂമാഫിയുമായി ചില ബന്ധങ്ങളുണ്ട് എന്ന് അന്നിരുന്ന ആളുകൾക്ക് മനസ്സിലാക്കിയപ്പോൾ, അന്നത്തെ ഗവൺമെന്റിനെ അടക്കം മനസ്സിലായപ്പോൾ അദ്ദേഹം എറണാകുളത്തേക്ക് സ്ഥലം മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ചില ആളുകൾ ബന്ധപ്പെട്ട് ഈ ആളെ തിരിച്ച് ഈ ഇടുക്കിയിൽ വന്ന് ഇരുത്തുകയും ജില്ലയിലെ പല ഭൂമി വിഷയങ്ങളിലും, ഇപ്പോൾ ആരോപണ വിധേയമായിട്ടുള്ള പല ഭൂമി വിഷയങ്ങളിലും ഇദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് നാട്ടിലാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ വിഷയം ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ വീണ്ടും എറണാകുളത്തേക്ക് സ്ഥലം മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇദ്ദേഹമാണ് ഈ പറയുന്ന ഉടുമ്പൻചോലയിലെ തഹസീൽദാരോട് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടാനും ഇത് റീസർവേ നടത്താൻ ആവശ്യപ്പെട്ടത്. വളരെ വേഗത്തിൽ അതിന് നടപടി ഉണ്ടാകുന്നതിന് വേണ്ടി ഇദ്ദേഹമാണ് ഇടപെട്ടത്. ഈ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള മനോജാണ് ഇടപെട്ടിട്ടുള്ളത് ഇത് വളരെ വേഗത്തിലാക്കുന്നതിന് വേണ്ടി. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ? മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ജീവനക്കാർക്ക് മന്ത്രിക്ക് പങ്കുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം കേരളത്തിലെ പോലെ ഒരു മന്ത്രി സ്വാഭാവികമായും വലിയ ASFലൂടെ വളർന്നു വന്ന് AIYFന്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്ന് വളരെ അച്ചടക്കത്തോടുകൂടിയുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗം വളർന്നു വന്ന് ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ മന്ത്രി പദവിയിലെത്തിയ അദ്ദേഹം ഏതായാലും അറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ മന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് എന്ന് ഉറപ്പായും വിശ്വസിക്കുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പം 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദേവികുളം തഹസിൽദാരടക്കമുള്ള 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, ബൈസൺവാലി വില്ലേജ് ഓഫീസർ അടക്കം. ഞാൻ പറയുന്നത് ഈ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഫയൽ അടയ്ക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്രയും വലിയ ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഇടപെടണമെങ്കിൽ വലിയ രാഷ്ട്രീയ പിന്തുണ ഉണ്ടാവണം. അല്ലാതെ രാഷ്ട്രീയ പിന്തുണ ഉണ്ടാവാതെ ഒരു കാരണവശാലും ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങൾ ഇടപെടില്ല. അപ്പോൾ ഇതിന് രാഷ്ട്രീയ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പാർട്ടിക്ക് പരാതി കൊടുത്തത്. ഈ ബിനു, ഈ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊരു നടപടിയിലേക്ക് വരുന്നില്ല, താങ്കൾക്കത് തിരിച്ചടിയാവുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിയമപരമായി സമീപിക്കേണ്ടതല്ലേ? രണ്ടാമത് മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഇപ്പോൾ ഈ ചൊക്രമുടിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. 2010 കാലഘട്ടങ്ങളിൽ VS-ന്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ കുടിയൊഴിപ്പിക്കലിൻ്റെ സമയത്തെല്ലാം അവിടെയും ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചൊക്രമുടി അടക്കമുള്ള പ്രദേശങ്ങൾ ഒഴിപ്പിച്ചതാണ്. അന്നും ഇത് ഈ താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ഭൂമി പാറപ്പുറമ്പോക്കിൽപ്പെട്ടതാണെന്നും റവന്യൂ അധീനതയിലുള്ള ഭൂമിയാണെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ അന്നും പട്ടയം കണ്ടെത്തിയിട്ടില്ല. അത് ഒരു കാര്യം. രണ്ടാമത് ഈ ഭൂമിയുടെ മുൻ ഉടമ എന്ന് പറയുന്ന ആള് മുൻപ് വട്ടവട പ്രദേശത്ത് കടവരി എന്ന സ്ഥലത്ത് ഭൂമി കയ്യേറി 1500 ഏക്കറോളം ഭൂമി കയ്യേറിയ കേസിൻ്റെ അകത്തും അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉള്ളതാണ്. അപ്പം മുൻപും
ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയ ഒരു കമ്പനിയിൽ നിന്നും സിബി എന്ന് പറയുന്ന ഒരാൾ, എനിക്ക് തോന്നുന്നത് അയാൾ ഈ ഭൂമിക്ക് യാജപട്ടയമാണെന്നും അല്ലെങ്കിൽ ഈ ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാവാനാണ് സാർ. കാരണം ഈ വി എസിൻ്റെ കാലത്ത്, വി എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടങ്ങളെല്ലാം കുടിയിറക്കിയതാണ്. പലരെയും കുടിയിറക്കി അന്ന് ഈ ചതിയിൽപ്പെട്ട ആളുകളുണ്ട്. അവരെല്ലാം ഭൂമി ഉപേക്ഷിച്ച് പോയ സ്ഥലത്താണ് ഇപ്പോൾ വലിയ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, താങ്കൾ മന്ത്രിയുടെ ഓഫീസിന് പങ്കിട്ട, പക്ഷെ മന്ത്രിക്ക് പങ്കില്ല എന്ന് പറയുമ്പോൾ മന്ത്രി അറിയാതെ, പ്രത്യേകിച്ച് ഒരു ജില്ലാ സെക്രട്ടറി സർക്കാർ ജീവനക്കാരോടായിരിക്കില്ലല്ലോ ആദ്യം സംസാരിക്കുക. ഇങ്ങനെ ഒരു വിഷയത്തിൽ സ്വന്തം പാർട്ടിയിലെ മന്ത്രിയോടായിരിക്കില്ലേ സംസാരിക്കുക? പ്രത്യേകിച്ച് ഒരു ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് കൗൺസിൽ അംഗവും ഒരു മണ്ഡലം സെക്രട്ടറി അടക്കമുള്ള ആളുകൾ മന്ത്രിയെ സമീപിക്കുമ്പോൾ മന്ത്രിക്ക് എങ്ങനെ പങ്കില്ല എന്ന് പറയുന്നു? അല്ല, അതിലിപ്പം ഞാൻ പറഞ്ഞ ഈ വിഷയം മന്ത്രിയെ ധരിപ്പിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറ കഥകളൊന്നും പറഞ്ഞിട്ടാകണമെന്ന് നിർബന്ധമില്ല. സ്വാഭാവികമായിട്ടും പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയുടെ മന്ത്രിയോട് ഒരു കാര്യം ചെന്നാൽ പറയുമ്പോൾ, ഒരു അപേക്ഷ കൊടുത്തിട്ട് ഒരു കാര്യം പറയുമ്പോൾ ആ ജില്ലാ സെക്രട്ടറി വിശ്വസിക്കുകയാണ് സാധാരണ ഒരു മന്ത്രിക്ക് ചെയ്യാൻ കഴിയുക. ജില്ലാ സെക്രട്ടറി വിശ്വസിച്ചിട്ടുണ്ടാകും. ആ ജില്ലാ സെക്രട്ടറി വിശ്വസിച്ചതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ചെയ്യുന്നത് മന്ത്രി അത് ഇനിഷ്യൽ ചെയ്ത് താഴേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായി ഇതിൻ്റെ നടപടികൾ അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പം ഞാനൊരു പാർട്ടി നേതാവാണെങ്കിൽ ആ പാർട്ടി നേതാവ് ഒരു കാര്യം മന്ത്രിയോടായിക്കോട്ടെ മറ്റ് ഗവൺമെൻറ്റിലായിക്കോട്ടെ പറയുന്ന ഘട്ടത്തിൽ അതിന് വിശ്വാസത്തിലെടുക്കുകയാണ് സ്വാഭാവികമായി സാധാരണ ഇത് ചെയ്യുന്നത്. എന്നാൽ അതിനകത്ത് ഞാൻ മന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, അത് ഇത് സിബിഐ പറയുന്നത്, സിബി ജോസഫ് പറയുന്നത് ഇവർ സലിംകുമാർ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ സലിംകുമാർ അടക്കം പറഞ്ഞിട്ടുള്ള, സലിംകുമാറിനും റവന്യൂ മന്ത്രിക്കും അടക്കം 1/3 വീതമുണ്ട് എന്ന് ഇയാളെ ധരിപ്പിച്ചിട്ടുള്ള അങ്ങനെയായിരിക്കാം. സിബി ജോസഫിനെ ധരിപ്പിച്ചിട്ടുള്ള അങ്ങനെയായിരിക്കാം. ഇനി അത് മാത്രമല്ല, സിബി ജോസഫിന്റെ ഡ്രൈവറായി ദീർഘകാലം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നു, അടിമാലിക്കാരനാണ്, അദ്ദേഹം പറയുന്നു ഈ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള എറണാകുളത്തുള്ള കമലാ സദാനന്ദൻ എന്ന് പറയുന്ന ഒരു വളരെ സീനിയറായ നേതാവുണ്ട്, പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഇപ്പോൾ അവർ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. മുൻപ് മീറ്റ് പ്രൊഡക്ട്സിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. നിരവധി മഹിളാ സംഘടനയുടെ സംസ്ഥാന നേതാവ് അടക്കം നിരവധി സ്ഥാനമാനങ്ങൾ ഇരുന്നിട്ടുള്ള വളരെ സീനിയർ നേതാവാണ്. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, അതായത് ഈ ചൊക്കരമുടി വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് പലപ്പോഴും ഈ സിബി ജോസഫ് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. കമല ചേച്ചിയുമായിട്ടുള്ള അവരുടെ ബന്ധത്തെപ്പറ്റി ഇപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ സിബിയുടെ തൊട്ട അയൽപക്കത്തുള്ള ആളുകൾ പറയുന്നു, സിബി ഈ മീറ്റ് പ്രൊഡക്ട്സിൻ്റെ വണ്ടി, അവർ ചെയർപേഴ്സൺ ആയിരുന്നു, പലപ്പോഴും സിബിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് സിബിയുടെ അയൽവാസികളായ ആളുകളൊക്കെ പറയുന്നുണ്ട്. ഇയാളുടെ ഡ്രൈവർ പറയുന്നു ഈ പറയുന്ന ആളെ കൂട്ടി മന്ത്രിയുടെ താമസ സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഈ സിബിയുമായി പോയിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഞാൻ പറയുന്നത് ആരോപണം ഇത് പറയുകയാണ്. നമ്മളിപ്പോൾ അന്നേരം അവിടെ പോയി കൂടെ റെക്കോർഡ് ചെയ്യുകയോ വീഡിയോ എടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നത് ഇവരിപ്പോൾ പറയുന്നത് എല്ലാം ആരോപണമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനന്ന് ഇത് ആരംഭത്തിൽ തന്നെ പറഞ്ഞത് ആരോപണമാണെങ്കിൽ ഇപ്പൊ താങ്കൾ പറയുന്ന വസ്തുതാപരമാണ് എന്ന് തെളിയിക്കേണ്ട ചുമതല, അല്ലെങ്കിൽ താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ചൊരു പരാതി പറയുന്നു. ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ട നിയമവ്യവസ്ഥയാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്, പോലീസാണ്, വിജിലൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടെലിഫോൺ ലൊക്കേഷൻ പരിശോധിക്കാം, ഇവരുടെ ഫോൺ കോളുകൾ പരിശോധിക്കാം. ഇതിനെല്ലാം തന്നെ മാർഗങ്ങളുണ്ടല്ലോ, ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത്തരം മാർഗങ്ങളിലേക്ക് കടക്കുവാൻ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ടോ? താങ്കളുടെ പരാതിയുമായി ബന്ധപ്പെട്ട് 2-4 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുത്തതിന് ശേഷം താങ്കളെ പോലുള്ള പരാതി ഉന്നയിച്ച ആളുകളെ പാർട്ടിക്ക് പുറത്താക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് ഈ പാർട്ടി പോകുന്നത്? അല്ല, അതാണ് ഞാൻ ഈ വിഷയത്തിൽ ആദ്യം ആവശ്യപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങൾ മന്ത്രിയോട് ചോദിച്ചു. അപ്പോൾ മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുകയാണല്ലോ എന്നാണ് പറഞ്ഞത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് 4 ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യുകയും ഇപ്പോൾ ഈ 49 ഭൂമി വാങ്ങിയ 49 പേരെ സബ് കളക്ടർ വിളിച്ച് ഒരു ഹിയറിംഗ് നടത്തുകയും IG സേതുമാധവൻ അദ്ദേഹം ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. മന്ത്രിയുടെ ഉത്തരവിൻ്റെ ഫലമായി, മന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ ഫലമായി കളക്ടർ നിയോഗിച്ച 5 അംഗ സംഘം അന്വേഷണം നടത്തി. ഈ അന്വേഷണ റിപ്പോർട്ടുകളിലെല്ലാം ഇവിടെ നടന്നതെല്ലാം തെറ്റായ പ്രവണതകളാണ്. അവിടെ കയ്യേറ്റം നടന്നിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ അവരെ സഹായിച്ചിട്ടുണ്ട്, അവിടെ നടന്നിട്ടുള്ളതെല്ലാം തെറ്റായ പ്രവണതകളാണ് എന്ന് വളരെ കൃത്യമായി കണ്ടെത്തിയതുകൊണ്ടാണല്ലോ 4 പേരെ അന്വേഷണ വിധേയമായി ഇപ്പോൾ പ്രാഥമിക 4 ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തത്. ഹിയറിംഗ് നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 49 പേരെ ഹിയറിങ്ങിന് വിളിച്ചിരുന്നു. അങ്ങനെ ഒരു റൗണ്ട് ഹിയറിംഗ് കഴിഞ്ഞു. വീണ്ടും അവർക്ക് നോട്ടീസായി കൊടുത്തു. വീണ്ടും 21-ാം തീയതി ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഹിയറിംഗ് നടത്തിയപ്പോൾ
ഞാൻ മനസ്സിലാക്കിയത് ഈ രേഖകളെല്ലാം തെറ്റാണെന്നും ഇത് അനധികൃതമായിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് അവർക്ക് ഹിയറിംഗ് നടത്തുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിയമങ്ങളെല്ലാം ലംഘിച്ച് അവിടെ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. അവിടെ പരിസ്ഥിതി ദുർബല മേഖലയാണ്, റെഡ് സോണാണ്. അപ്പോൾ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. സ്വാഭാവികമായും അവിടെ ഈ മല തുരന്ന് റോഡുകളും പാറ പൊട്ടിച്ചതും അടക്കമുണ്ടായതിന്റെ പേരിൽ അവിടെ ഒരു ഉരുൾപൊട്ടൽ, ചൂരൽമല പോലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ പോലെ അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ആയിരക്കണക്കിന് ആളുകൾ, കുടുംബങ്ങൾ ഇല്ലാതാവാൻ സാധ്യതയുള്ള മേഖലയാണ്. അത്തരം പ്രവണതകൾ നടത്തിയ ആളുകൾക്കെതിരെ ഒരു കേസെടുക്കാൻ ഇതുവരെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. 4 ഉദ്യോഗസ്ഥർ മാത്രം സസ്പെൻഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ നടക്കുന്നത് ഈ മൂന്നാറിലെ ഭൂമി വിഷയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ CPIയുടെ നേതൃത്വം മൂന്നാറിൽ 5 വില്ലേജ് ഓഫീസുകളിലേക്ക് സമരം നടത്തി. അതിനുശേഷം കഴിഞ്ഞ 1-ാം തീയതി ദേവികുളം സബ് കളക്ടർ ഓഫീസിന് മുമ്പിൽ സമരം നടത്തി. ഈ സമരങ്ങളിലൊന്നും ഈ ചൊക്രമുടിയോ അവിടുത്തെ ഈ വൈസൺവാലി വില്ലേജിലെ കയ്യേറ്റമോ അതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും മിണ്ടുന്നില്ല. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സമരം നടത്തി. ശരിയാണ്, പറഞ്ഞ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൂന്നാറിലെ പാർട്ടി നിരവധി വട്ടം മന്ത്രിയെയും ഗവൺമെന്റിനെയും സമീപിച്ച് നിരാശരായപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെയും മന്ത്രിക്കെതിരെയും സമരം ചെയ്യാൻ അവർ തയ്യാറായി. അങ്ങനെ 5 വില്ലേജ് ഓഫീസിലേക്ക് സമരം നടത്തുന്നു. അതിനുശേഷം 1-ാം തീയതി സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ആ സമരത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് സബ് കളക്ടർ ഒരു ജോലിയും ചെയ്യുന്നില്ല. സബ് കളക്ടറെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം സബ് കളക്ടർ മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. നമ്മൾ സാധാരണ മനുഷ്യൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ചൊക്രമുടി വിഷയത്തിൽ അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കാനുള്ള ശ്രമമാണോ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഹിയറിംഗ് ആ ചൊക്രമുടിയുമായി ബന്ധപ്പെട്ട നടപടികൾ ആദ്യത്തെ വേഗത ഇപ്പം ഇല്ല എന്നുള്ള ആരോപണം എനിക്കുണ്ട്. ആദ്യത്തെ വേഗത ഇപ്പം ഇല്ല. അപ്പം ഞാനിത് ആവശ്യപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. കാരണം ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഇപ്പം തങ്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ടവർ ലൊക്കേഷനുകൾ പരിശോധിക്കണം. ഇപ്പം ആരോപണങ്ങളാണ്, തെളിവുകളില്ലാതാണ്. ഇപ്പം ലക്ഷക്കണക്കിന് രൂപ കോഴ കൊടുക്കുന്നതിന് വീഡിയോ പിടിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കോഴ കൊടുക്കാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായി ഇത് അന്വേഷിക്കണം. ഈ ആരോപണങ്ങളാണോ, ഇതിലെന്തെങ്കിലും തെറ്റായി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടതെന്ന് ജുഡീഷ്യൽ അന്വേഷണം നടക്കണം. ജുഡീഷ്യൽ അന്വേഷണം നടക്കുമ്പോൾ എന്താ, ഇവരെ ടവർ ലൊക്കേഷൻ ഒരേ സമയത്ത് ടവർ ലൊക്കേഷനുകൾ പരിശോധിക്കാൻ കഴിയണം, ഇവരെ ഫോൺ രേഖകൾ പരിശോധിക്കാൻ കഴിയണം, ഇവരുമായി ബന്ധപ്പെട്ടവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ ഇവരുടെ അക്കൗണ്ടുകളടക്കം ഇവരുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടുകളടക്കം പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ചൊക്രമുടി വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ ആരോപണം ഉന്നയിക്കുന്ന പാർട്ടി നേതാക്കൾ ആരൊക്കെയാണ്? അവരുടെ പങ്ക് സംബന്ധിച്ച്, ഓരോരുത്തരുടെയും പങ്ക് സംബന്ധിച്ച് ഒന്ന് പറയുന്നത് നന്നായിരിക്കും. കാരണം ആളുകൾക്ക്, പ്രേക്ഷകർക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. സലീം കുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ, ഇപ്പോൾ ജയാമധു, സലീം കുമാർ, KM ഷാജി, പിന്നെ മറ്റൊരാളുടെ കൂടി പേര് താങ്കൾ പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ പങ്ക് എന്തായിരിക്കാം? ഇവരൊക്കെ ഏത് തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയായിരിക്കാം ഇത്തരം ഒരു സർക്കാർ ഭൂമിക്ക് പട്ടയമുണ്ടെന്ന രീതിയിൽ വിൽപ്പന നടത്തുന്നു, അവിടെ നിർമ്മാണങ്ങൾ നടക്കുന്നു, അവിടെ പരിസ്ഥിതിക്ക് ഇണങ്ങാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആദ്യം തങ്കത്തിൽ സൂചിപ്പിച്ച ഈ കടവരിയിൽ ഈ 2002 കാലഘട്ടത്തിൽ കടവരിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഈ ജോർജ് മൈജോ എന്ന് പറഞ്ഞ ആൾ ആലുവക്കാരൻ, ഇപ്പം ചെന്നൈയിലാണ് ജീവിക്കുന്നത്. അയാൾ ആലുവ സ്വദേശിയാണ്. സ്വാഭാവികമായും ഞാൻ ആദ്യം സൂചിപ്പിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും എറണാകുളം സ്വദേശിയാണ്. ദീർഘകാലമായി പൊതുരംഗത്തുള്ള ഒരാളാണ്. ഈ സിബി ജോസഫ് 2017 ഈ ചൊക്രമുടി ഭൂമിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോവുകയും ഈ മൈജോയുമായി കരാറിലേർപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികം മൈജോ തന്നെ പറയുന്നത് നിരവധി വട്ടം സിബി ജോസഫിനും കയ്യേറ്റം നേരത്തെ 2010-11 കാലഘട്ടത്തിൽ ഗ്യാപ് റോട്ടിൽ തന്നെ ഇങ്ങനെ വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് ഉണ്ടായതാ. അവസാനം ഇവര് വിജിലൻസ് കേസ് ഉണ്ടായി, ജാമ്യം കിട്ടാതെ വന്ന് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് ഒടുവിൽ പോയി പിന്നീട് ഹൈക്കോടതിയിൽ ജാമ്യം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴോ കേസ് തീർന്നിട്ടോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടൊന്നും ഇതിന്റെ ഈ പറയുന്ന ഇപ്പോഴത്തെ ചൊക്രമുടിയുടെ പരിസരത്ത് തന്നെയാണ് അന്നത്തെ ആ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 2017 തന്നെ സിബി ഈ ഭൂമി മേടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതാണ്. പക്ഷെ അന്ന് എന്തോ കാരണത്താൽ അത് നടക്കാതെ പോകുന്നു. എന്നാൽ ഈ മൈജോ തന്നെ നിരവധി വട്ടം ഈ ഉടമജോല തഹസിൽദാർക്ക് ഈ ഭൂമി കണ്ടെത്തി അളന്ന് തിരിച്ച് റീസർവേ നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് അവർ തന്നെയാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ ആനേറകൾ ഡാം ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ആ ഭൂമിക്കെല്ലാം പട്ടയമുള്ളതാണ്. സ്വയം ഡാം വന്നാൽ ഡാമിൻ്റെ മേളിൽ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഭൂമിക്ക് പോലും ഇപ്പോൾ പട്ടയമുണ്ട്. കാരണം ആ പട്ടയങ്ങളൊന്നും ഇപ്പോഴും ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ല.
ചിന്നക്കനാലുമായി ബന്ധപ്പെട്ടും ബൈസൺവാലിയുമായി ബന്ധപ്പെട്ടുമെല്ലാം ഇപ്പോൾ അനധികൃതമായി ഉണ്ടാകുന്നു എന്ന് പറയുന്ന പട്ടയങ്ങൾ പലതും ചിന്നക്കനാലിൽ വെള്ളത്തിനിടയിൽ കിടക്കുന്ന ആ ഭൂമിയുടെ പട്ടയം വെച്ചിട്ടാണ് ഇതെല്ലാം വ്യാജ പട്ടയം, വ്യാജരേഖകൾ ഉണ്ടാകുന്നുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 65-ലോ 69-ലോ 70-ലോ ലഭിച്ചു എന്ന് പറയുന്ന പട്ടയം ലഭിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ പട്ടയം എവിടെയാണ് ലഭിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചൊക്കരമുടിയിലായാലും 65-ലോ 69-ലോ 70-ലോ പട്ടയം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പട്ടയം ചൊക്കരമുടിയിലല്ല, എവിടെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടെത്തണം. 2, ഈ ചൊക്കരമുടിയിൽ ഈ റീസർവേ നടത്തിയപ്പോൾ ഇത് അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യുവാണ്, ഇതാണ് ഭൂമി എന്ന് ഫിക്സ് ചെയ്യുകയാണ്. അതിനോട് ചേർന്ന് വരുന്ന കൈവശ ഭൂമി അടക്കം ഈ സ്കെച്ചിൽ ഉൾപ്പെടുത്തുകയാണ്. സർക്കാർ പാർത്തരിശായിട്ടുള്ള സർക്കാർ കൈവശമിരിക്കുന്ന ഭൂമി മുഴുവൻ ഭൂമിയും ഇതിനോട് ചേർന്ന് കിടക്കുന്നത് കൈവശ ഭൂമിയായി ഉൾപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സെബി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ എന്നോട് മാത്രമല്ല, ഇവിടുത്തെ ഇപ്പം ഇരുമ്പുപാലത്ത് പാർട്ടി വിട്ടിട്ടുള്ള MP തോമസ് എന്ന് പറയുന്ന സഖാവുണ്ട്, പാർട്ടി വിട്ടു. അദ്ദേഹം സിബിയുടെ ഒരു സ്ഥാപനമുണ്ട് വാളറയിൽ. ആ സ്ഥാപനത്തിൽ പാർട്ടിയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ഈ സിബി ഈ പറയുന്ന തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമല ചേച്ചിയുമായിട്ട് വലിയ ബന്ധമാണ്, കമല ചേച്ചിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കും, കമല ചേച്ചി ദേശീയ കൗൺസിലിൽ പോകുമ്പോൾ എന്നോട് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുക്കാൻ പറയും, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, പൈസ ചോദിക്കുമ്പോൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ വേണം ഞാൻ വിളിച്ചു തരാം എന്നൊക്കെ എന്നോട് മാത്രമേ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കമലാ സദാനന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ടുള്ള സിബിയുടെ ബന്ധമാണ് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായും കമലാ സദാനന്ദനുമായി വ്യക്തിപരമായി വലിയ അടുപ്പമുണ്ട് ഈ സിബി ജോസഫിന്. ചിലപ്പോൾ എറണാകുളംകാരൻ എന്നുള്ളതിൽ ഈ മൈജോയ്ക്കും ബന്ധം ഉണ്ടായിരിക്കാം, മൈജോയ്ക്കും അവരുമായി ബന്ധം ഉണ്ടായിരിക്കാം, അവരുമായി പേഴ്സണലായി ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സിബിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം. എനിക്ക് തോന്നുന്നത് ഈ വിഷയം സിബി ജോസഫ് തന്നെ ഈ കമലാ സദാനന്ദനോട് പറയുകയും ആയതുകൊണ്ട് കമലാ സദാനന്ദൻ ഇടുക്കി പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നുള്ളതിൽ ഇടുക്കി കെ സലിംകുമാറിനെ ഈ കാര്യം സലിംകുമാറിനോട് പറയുകയും സലിംകുമാറിനെ കണക്ട് ചെയ്യുകയും സലിംകുമാർ മുഖേന ബാക്കി കാര്യങ്ങളിലേക്ക് പോയി എന്നാണ്. പോയത് കൊണ്ടാണല്ലോ സലിംകുമാറിനെ ഇതെല്ലാം അറിയാമെന്നും സലിംകുമാറും റവന്യൂ വകുപ്പ് മന്ത്രിയും അറിഞ്ഞാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതെന്നും ഇതിന്റെ 1/3 വിഹിതം അവർക്കുള്ളതാണ്, ഇല്ല ലാഭത്തിന്റെ 1/3 വിഹിതം അവർക്കുള്ളതാണ് എന്നും പറയാനും ഇയാൾക്ക് ധൈര്യം ഉണ്ടായത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അടിമാലി മണ്ഡലത്തിലാണിത്. അപ്പോൾ സ്വാഭാവിക അടിമാലി മണ്ഡലത്തിലെ നേതാക്കന്മാർക്ക് ഇതറിയാം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ സ്വാഭാവിക അടിമാലി മണ്ഡലത്തിലെ നേതാക്കന്മാർ, ഇപ്പോൾ ഞാൻ പാർട്ടി അടിമാലി മണ്ഡല സെക്രട്ടറി ആയിരുന്നു. ഈ അടിമാലി മണ്ഡലത്തിലെ കാര്യത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇടപെടുമ്പോൾ സ്വാഭാവികമായും പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നെ വിളിക്കും, എന്നോട് സംസാരിക്കും, ആ കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി മണ്ഡല സെക്രട്ടറി എന്നുള്ളതിൽ KM ഷാജിയോടും സംഘടനാ ചുമതലക്കാരി, മണ്ഡലത്തിന്റെ സംഘടനാ ചുമതലക്കാരി എന്നുള്ള ജയോടും പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണല്ലോ ഇത് അറിയാവുന്നതുകൊണ്ടാണല്ലോ സിബി ജോസഫ് അടിമാലിയിലെ നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്ന് നാട്ടുകാർ പറയാൻ ഉള്ള സാഹചര്യം ഉണ്ടായത്. ഈ സിബി ജോസഫുമായി ഞാൻ സംസാരിക്കുന്നു, ഈ കാര്യമല്ല. സിബി ജോസഫിന്റെ അവിടെ വേറൊരു വിവാദമുണ്ടായ MR രാമകൃഷ്ണൻ എന്ന് പറയുന്ന അവിടെ മുൻ ബൈസൺവാലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ 84 എപ്പോഴോ ഒരു ഭൂമി വാങ്ങുന്നു. അവിടെ ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹം മരിച്ചുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഭൂമി വാങ്ങുന്നു. ആ ഭൂമി അന്ന് വില കൊടുത്ത് വാങ്ങിയെന്നാണ് MR രാമകൃഷ്ണൻ അവകാശപ്പെടുന്നത്. ഈ ഭൂമി ഏതാണെന്ന് എനിക്കറിയില്ല. MR രാമകൃഷ്ണൻ പണ്ട് CPM ദീർഘകാല CPM പ്രവർത്തകനായിരുന്നു. ഒരു 4 വർഷം മുമ്പ് CPIയുടെ ഭാഗമായി മാറി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ MR രാമകൃഷ്ണൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നു, അടിമാലിയിൽ സിബി ജോസഫ് എന്ന് പറയുന്ന ആളെ അറിയുമെന്ന് പറയുന്നു. അപ്പോൾ എന്നോട് പറയുന്നു, ഞാനിങ്ങനെ എൻ്റെ കുറച്ച് ഭൂമി അദ്ദേഹത്തിന് വിൽപ്പന നടത്തിയിരുന്നു. അയാളുടെ മോൻ ആശുപത്രി, MR രാമകൃഷ്ണൻ്റെ മകൻ തൊടുപുഴ സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അപ്പോൾ പണത്തിന് ആവശ്യം വന്നപ്പോൾ അയാളെ സമീപിച്ചു. ഇങ്ങനെ ഭൂമി കൊടുത്തിട്ട് മുഴുവൻ കാശും കൊടുത്തില്ല, ബാക്കി പണം എനിക്ക് ലഭിക്കാനുണ്ട്. പല പ്രാവശ്യം അയാൾ വിളിച്ചിട്ടും അയാളുടെ പണം തരുന്നില്ല. അതുകൊണ്ട് അയാളോടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചെന്നെ വിളിക്കുന്നു. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഞാൻ സിബിയെ വിളിക്കുന്നു. സിബിയെ വിളിച്ചിട്ട് എന്നെ ഈ MR രാമകൃഷ്ണനുമായി ഭൂമി സംബന്ധമായി അന്നേരം എനിക്കറിയില്ല, ഈ ഭൂമി ഇതാണെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും തർക്കമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇങ്ങനെ വിഷയമുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കഥയെല്ലാം പറയുന്നു. ഈ കഥയെല്ലാം പറഞ്ഞിട്ട് സിബി എന്നോട് പറയുന്ന ഒരു വാചകം, ഈ MR രാമകൃഷ്ണൻ അവിടെ ഇയാൾ റോഡ് ടാർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ തടയാൻ കയറി ചെന്നു, കാശോട് സാമ്പത്തികമായ ഇടപാട് തീർക്കാത്തതിൻ്റെ പേരിൽ. അങ്ങനെ തടയാൻ ചെന്നപ്പോൾ ഞാൻ അപ്പം തന്നെ സലിം സഖാവിനെ വിളിച്ചു. എന്തിനാ ഇയാൾ സലിം സഖാവുമായിട്ട് തന്നെ ബന്ധം? CPIയുടെ ജില്ലാ സെക്രട്ടറി ഇയാളെ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. CPIയുടെ ജില്ലാ സെക്രട്ടറി അറിയില്ല എന്നാണ് CPI ഇപ്പോൾ പല മാധ്യമങ്ങളോടും പറഞ്ഞത്. കണ്ടിട്ടില്ല എന്നാണ് പല മാധ്യമങ്ങളോടും പറഞ്ഞത്. മന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടില്ല എന്നാണ് പല മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി പറയുന്നു CBI അറിയില്ല,
CBI കണ്ടിട്ടില്ല, CBI ഒരു പരിചയവുമില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു. എനിക്ക് വളരെ ബോധ്യമുണ്ട്, ഇവർ തമ്മിൽ പരിചയമുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആവശ്യം വന്നാൽ ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞല്ലോ, പാർട്ടി ഇത് അന്വേഷിക്കാൻ തീരുമാനിക്കണം, ആവശ്യമായ മുഴുവൻ രേഖകളും ഞാൻ ഹാജരാക്കണമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അന്വേഷിക്കാൻ തയ്യാറാകുന്നത്? ഞാൻ ചിന്തിക്കുന്നത് ഇത് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. എന്താ, ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ, ഈ അന്വേഷണം നേരെപാടിനെ അന്വേഷിച്ചാൽ, ഈ അന്വേഷണം ഞാൻ ആദ്യം സൂചിപ്പിച്ച മന്ത്രിയുടെ ഓഫീസിൽ വരെ എത്തും. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷത്തിനും മറ്റാളുകൾക്കും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് എന്നെ പുറത്താക്കി അല്ലെങ്കിൽ എന്നെ നടപടിയെടുത്ത് എന്നെ ഇല്ലായ്മ ചെയ്താൽ, രാഷ്ട്രീയമായും സംഘടനാപരമായി ഇല്ലായ്മ ചെയ്താൽ ഈ വിഷയമൊന്ന് അവസാനിച്ചോളും എന്ന് ചിലപ്പോൾ അവർ ധരിച്ചിട്ടുണ്ടാകാം. ക്ലാസ്സിൽ കുട്ടിയെ ചോദ്യം ചോദിച്ചു, കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം, പക്ഷെ ചോദ്യം അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. ഈ അന്തരീക്ഷത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ്. ചൊക്കരമുടിയിലെ ഭൂമി കൈയേറ്റത്തിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയതിൽ CPIയുടെ നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നതിന്റെ ആരോപണം ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഇല്ല എങ്കിൽ ഇല്ല എന്ന് ഇവർ തെളിയിക്കുന്നിടം വരെ. അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൽ അത് കണ്ടെത്താൻ, അത് കൃത്യമായി കണ്ടെത്തണം. കണ്ടെത്തൽ എന്ത് വേണം? സാങ്കേതികമായ അന്വേഷണങ്ങൾ, പരിശോധനകൾ നടക്കണം. അതിന് എന്നെ കൊണ്ട് കഴിയില്ല. ഈ പറയുന്ന ഇപ്പൊ നടക്കുന്ന അന്വേഷണങ്ങൾ കൊണ്ടൊന്നും കഴിയില്ല. ഇപ്പൊ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം അത്യാവശ്യം അവിടെ കയ്യേറ്റം നടന്നിട്ടുണ്ടോ, അവിടെ മറ്റു രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിൽ കൊണ്ട് അവസാനിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ മേലെ ഒരു സസ്പെൻഷനൊക്കെ നടത്തിക്കൊണ്ട് അവസാനിക്കുക, ആ ഫയൽ മടക്കാനാണ് പോകുന്നത്. എന്നാൽ ഈ കച്ചവടത്തിൽ, ഈ കയ്യേറ്റത്തിൽ, ഈ വ്യാജരേഖ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ്. രാഷ്ട്രീയ പിൻബലമില്ലാതെ ഒരു തഹസീൽദാരും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കില്ല. അങ്ങനെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ആരാണ് നിർദ്ദേശിച്ചത്? തഹസീൽദാർ പറയണ്ടേ? ഈ സർവേയർ പറയണ്ടേ? ആര് പറഞ്ഞിട്ടാണ് ചെയ്തത്? അവരിപ്പോ രഹസ്യമായൊക്കെ പറയുന്നുണ്ട്, രഹസ്യമായൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇവരെയൊക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെയൊക്കെ വിളിക്കണം. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനുമായി വിളിച്ച് ചോദ്യം ചെയ്യണം. ഇവരുടെ മൊഴിയെടുക്കണം, എന്നെ വിളിക്കണം, ഇവരുടെ മൊഴിയെടുക്കണം. ഇവരുടെ മൊഴിയെടുക്കുമ്പോൾ ഇവരാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, എന്തിനു പിന്നിൽ എന്തെല്ലാമാണ് നടന്നിട്ടുള്ളത്, ആർക്കെല്ലാമാണ് ഇതിൽ പങ്കുള്ളത്, ആർക്കെല്ലാമാണ് സിബി ജോസഫിന്റെ മൊഴിയെടുക്കണം. ചുമ്മാ മാധ്യമങ്ങളിൽ വന്ന് പത്രസമ്മേളനം നടത്തിയല്ല മൊഴിയെടുക്കേണ്ടത്. സിബി ജോസഫിന്റെ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കണം. ആർക്കെല്ലാം ഈ പണം എത്ര വീതം വെച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് വീതം വെച്ചിട്ടുണ്ടോ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വീതം വെച്ചിട്ടുണ്ടോ എന്നെല്ലാം സിബി ജോസഫ് കൊണ്ട് പറയിപ്പിക്കണം. അങ്ങനെ പറയിപ്പിക്കുമ്പോഴാണ് ഈ ചൊക്കറോഡ് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദം, ആരോപണങ്ങൾ മാറി യാഥാർത്ഥ്യമായി മാറുകയുള്ളൂ. ഇപ്പോൾ ഇത് ആരോപണമാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും കൂടി പറഞ്ഞ് ഇതങ്ങോട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും വിഷയം കിട്ടുമ്പോൾ ഇത് അവസാനിക്കുമെന്നാണ് ഇപ്പോൾ ആളുകൾ ധരിക്കുന്നത്. ബിനു, ഇപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കോടികളുടെ അഴിമതി നടന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബികളുടെ അഴിമതിയുടെ കഥയാണ്. യഥാർത്ഥത്തിൽ താങ്കൾക്ക് വേണമെങ്കിൽ പരാതിയുമായി EDയെ സമീപിക്കാം, അതോടൊപ്പം തന്നെ കോടതികളെ സമീപിക്കാം. ഇതെല്ലാം താങ്കളുടെ മുൻപിൽ മാർഗങ്ങളായിട്ടുണ്ട്. അത് അവിടെ ഒരു വശത്ത് നിൽക്കട്ടെ. ഇപ്പോൾ സേതുരാമൻ IPS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മൂന്നാറിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇത്തരം ഈ കേസുമായി ബന്ധപ്പെട്ട്, ചൊക്രമുടിയിലെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ തയ്യാറാക്കുന്നതിന് മുമ്പോ അതിനുശേഷമോ താങ്കൾ ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ, താങ്കളുടെ മൊഴിയെടുക്കുകയോ താങ്കളെ കേൾക്കുവാനോ സേതുരാമൻ IPS തയ്യാറായിട്ടുണ്ടോ? ഈ കേസ് അന്വേഷിക്കുന്ന ഏതെങ്കിലും സംഘം താങ്കളുടെ മൊഴി എടുക്കുകയോ താങ്കളുമായി സംസാരിക്കുകയോ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിളിച്ചു വരുത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നെ അതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ ആരും വിളിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഈ സേതുരാമൻ IPS നടത്തിയ അന്വേഷണം, ആ സംഘം നടത്തിയ അന്വേഷണം തികച്ചും ഇന്റേണലായ ഒരു അന്വേഷണമാണ്. അത് ആ കമ്മീഷനും ആ അന്വേഷണ ഏജൻസിക്ക് മറ്റാരുടെയെങ്കിലും മൊഴിയെടുക്കുന്നതിനോ അവരെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും അന്വേഷണം നടത്തുന്നതിനോ അധികാരമുള്ള ഒരു കമ്മീഷനാണ് എന്ന് ഞാൻ ധരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ കൈവശമുണ്ട്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് മാത്രം മതി, സേതുരാമൻ IPSന്റെ റിപ്പോർട്ട് മാത്രം മതി ഗവൺമെന്റിന് അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് കിടക്കാൻ, ഒരു ജുഡീഷ്യൽ അന്വേഷണം അടക്കമുള്ള അന്വേഷണത്തിലേക്ക് കിടക്കാൻ. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പരാതി ഉന്നയിച്ച ആളെന്നുള്ളതിൽ ഞാൻ അന്നത്തെ എൻ്റെ പാർട്ടിക്കാണ് പരാതി കൊടുത്തത്. പാർട്ടി എൻ്റെ മൊഴിയെടുക്കുകയോ നിങ്ങളുടെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയോ ഇതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് രേഖകളുണ്ടോ എന്ന് പരിശോധിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പരാതി കൊടുത്തതിൻ്റെ പേരിൽ എന്നെ അങ്ങ് തള്ളിക്കളയുന്നു. എന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പരാതി അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, ഇപ്പോൾ 2 അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നിപ്പോൾ സൂചിപ്പിച്ച സേതുരാമൻ IPSന്റെ അന്വേഷണം നടന്നിട്ടുണ്ട്. ഒന്ന് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം കളക്ടർ നിർദ്ദേശിച്ച 5-അംഗ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നത്. ഞാൻ പറയുന്നത് ഈ 5-അംഗ സംഘം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരാണ്, തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്.
ഇവർ അന്വേഷണം നടത്തിയാൽ ഇതിൻ്റെ അന്വേഷണം എവിടം വരെ എത്തും? പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഈ അന്വേഷണം നടത്തിയിട്ടുള്ള 2 റിപ്പോർട്ടുകളും ഈ ഉദ്യോഗസ്ഥന്മാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും അവിടെ കയ്യേറ്റമാണ് നടന്നിട്ടുള്ളതെന്നും അവിടെ അങ്ങനെ പട്ടയം കൊടുക്കാൻ പാടില്ലാത്ത ഭൂമിയാണെന്നും നിയമരഹിതമായ കാര്യങ്ങളാണ്, നിയമലംഘനമാണ് നടന്നിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടും ഇപ്പോൾ ഹിയറിംഗ് നടത്തി പ്രാഥമിക ആധാരമെല്ലാം റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. 49 വരെ ആധാരങ്ങൾ റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. ഇതുവരെ റദ്ദ് ചെയ്യാൻ നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഈ അത്രയും വലിയ മല തുറന്ന് ഇതെല്ലാം ചെയ്ത മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഈ മറ്റേ പരിസ്ഥിതി അല്ല നമ്മുടെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ വകുപ്പിന്റെ മന്ത്രി മുഖ്യമന്ത്രിയാണ് വകുപ്പാണ്. സ്വാഭാവികമായിട്ടും ക്രിമിനൽ കേസാണ്. അതായത് അവിടെ ഒരു ഉരുളുപൊട്ടലുണ്ടായാൽ അതിന്റെ ഭാഗമായി ഒരു ബൈസൺ വാലി എന്ന് പറയുന്ന ഒരു ഗ്രാമം ഇല്ലാണ്ടായി പോകുന്ന സ്ഥിതിയാണുള്ളത്. അപ്പൊ സ്വാഭാവികമായും അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത അത് ചെയ്ത ആളിനെതിരെ കേസെടുക്കാൻ പോലും ഇതുവരെ തയ്യാറാകുന്നില്ല. ഇത്രയും വലിയ വിവാദം ഉണ്ടാവില്ല, വേണ്ട നിലയിലുള്ള അന്വേഷണത്തിലേക്ക് ഇത് കടന്നു പോകുന്നില്ല. ഈ അന്വേഷണം തന്നെ വളരെ ദീർഘനാളത്തേക്കുള്ള അന്വേഷണമായി നീണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ 4 ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഹിയറിംഗ് ഒക്കെ നടത്തി മറ്റ് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ ഫയലുകൾ മടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന സംശയമുണ്ട്. സ്വാഭാവികം ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകളുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതുമായി വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കറിയാമല്ലോ, സ്വാഭാവികം കുറച്ച് ആധികാരികം ഇപ്പോൾ ഞാൻ വിവരാവകാശ നിയമം അനുസരിച്ച് ആപ്ലിക്കേഷൻ എടുത്തപ്പോൾ അതിനകത്ത് കിട്ടിയിരിക്കുന്ന സാധനമായിട്ട് കോടതി പോകാൻ കഴിയില്ല. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന രേഖകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും ഒരു മനുഷ്യന് വായിക്കാൻ കഴിയാത്ത നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വ്യക്തതയോടുകൂടി രേഖകളെ ഞാൻ അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഉള്ള നടപടിയായിട്ട് പോകുന്നുണ്ട്. കുറച്ചും കൂടി ആധികാരികമായ രേഖകൾ വേണം. വിജിലൻസ് കോടതി കേസെടുക്കണമെങ്കിൽ വിജിലൻസ് കോടതിക്ക് ഞാൻ ഉന്നയിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ പ്രാഥമികമായി ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ വിജിലൻസ് കോടതി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മറ്റൊരു വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കാൻ വേണ്ടി ഉള്ള നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് സർക്കാർ ഈ നിലയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു അന്വേഷണത്തിലും തയ്യാറാൻ സാധ്യതയില്ല. ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇന്നലെ ഒരു പരാതി തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. ആ പരാതിയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഇത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. ഈ കേസിൽ ഇപ്പോൾ പോകുന്നത് പോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നും ഇത് ചില ആളുകളെ ബലിയാടാക്കിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാനാണെന്നും ഇതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അതുപോലെ ഈ കാര്യത്തിൽ ഇടപെട്ടുള്ള ആളുകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കണമെന്ന് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഞാൻ ഇന്നലെ ഒരു പരാതി തയ്യാറാക്കി മെയിൽ ചെയ്തിട്ടുണ്ട്. ഈ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. അത് ഇപ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്തുനിന്ന് അങ്ങനെ നീതി പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നില്ല. കാരണം ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകൾക്കെല്ലാം ഇപ്പോൾ ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. CHRുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകാതെ ഒരു പ്രത്യേക താല്പര്യം എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അഴിമതിയുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക തിരിമറിയുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു അഴിമതി കേസിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസി വിജിലൻസ് അന്വേഷിച്ച് എത്രമാത്രം പ്രാബല്യത്തിൽ വരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റ് ഏജൻസികളോ ED പോലെയുള്ള ഏജൻസികൾ, അന്വേഷണ ഏജൻസി, CBI പോലുള്ള അന്വേഷണ ഏജൻസികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനുള്ള പ്രത്യേക വിഭാഗങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുണ്ട്. ഇത്തരം ഏജൻസികളെ കൂടി താങ്കൾ സമീപിക്കാനുള്ള തീരുമാനമുണ്ടോ? അത് ഞാനിപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ചക്രമുടി സംരക്ഷണ സമിതി എന്ന് പറയുന്ന സംഘടന ബൈസൺ വാലിയിലുണ്ട്. ആയി ബന്ധപ്പെട്ട് അവർ CBI രണ്ട് തരത്തിലുള്ള അന്വേഷണമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് CBI അന്വേഷണം ഉണ്ടാകണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിക്കും അടക്കം അവർ കത്തയക്കുന്ന അടക്കം ഗവൺമെൻറ്റിൽ ഇടപെടുന്ന അടക്കമുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 2, CBI അന്വേഷണം വേണം, CBI അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന്, ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഇത്തരം കേസുകളിൽ ഒരു സംഘടനയുടെ ഭാഗമല്ലാതെ ഒരു വ്യക്തി എന്നുള്ളതിൽ കേസുകളുമായി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കാനോ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സുപ്രീം കോടതിയൊക്കെ സമീപിക്കാനോ ഉള്ള ഒട്ടേറെ പരിമിതികളുണ്ട്. വ്യക്തി എന്നുള്ളതിൽ പരിമിതികളുണ്ട്. അപ്പോൾ സ്വാഭാവികം ഞാൻ ആ സംഘടനയുമൊക്കെയായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുമൊക്കെയായി ബന്ധപ്പെട്ട് അവർ എടുക്കുന്ന കേസുകളിൽ അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു കോടതിയൊക്കെ സമീപിക്കുന്ന സാമ്പത്തികമായ ഒട്ടേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അത് ഒരു വ്യക്തി എന്നുള്ളതിൽ അതിൻ്റെ ചില പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത്. പക്ഷേ ഭാവിയിൽ ഇതിൽ ഈ നിലയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ അത്തരം കാര്യങ്ങളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാതെ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ജില്ലയിലെ ഭൂമി വിഷയങ്ങളിൽ നമുക്കറിയാമല്ലോ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള സ്ഥിതി എന്താണെന്ന്. ഈ ജില്ലയിലിപ്പോൾ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും പ്രത്യേകിച്ച് CPI എന്ന പാർട്ടിയെ സംബന്ധിച്ച് ചില മാധ്യമങ്ങളിലൊക്കെ ചില വാർത്തകളൊക്കെ വന്നു എന്നതൊഴിച്ചാൽ, ഇപ്പോൾ ചില ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ വന്നതൊഴിച്ചാൽ CPIയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ കയ്യേറ്റം ആരോപിക്കാത്ത ഒരു പാർട്ടിയായിരുന്നു CPI. ഒരിക്കൽ പോലും CPIയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കയ്യേറ്റത്തിൽ പങ്കാളിയായിട്ടുണ്ട് അല്ലെങ്കിൽ കയ്യേറ്റത്തിന് സഹായിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പാർട്ടിയായിരുന്നു CPI. എന്നാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോഴത്തെ ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ വന്നതിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ ഏത് കയ്യേറ്റ വിവാദങ്ങൾ ഉയർന്നു വന്നാലും ആരോപണം ഉയർന്നു വന്നാലും അതിൻ്റെയൊക്കെ പിന്നിൽ CPIയുടെ ചില നേതാക്കന്മാർ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം ചുരക്കുളം എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. ആ വിവാദം കുമളി പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. അവിടെ ഇപ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ വിധി വന്നതൊക്കെ ശ്രദ്ധപ്പെട്ടല്ലോ. ജനപ്രതിനിധികളായിരിക്കുന്ന CPIയുടെ അടക്കമുള്ള ജനപ്രതിനിധികളായിരിക്കുന്ന ആളുകൾ പണം തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ചുമ്മാ ഇതൊക്കെ ഉണ്ടാവുമോ? ഒരു പഞ്ചായത്ത് മെമ്പർ നോക്കിയാൽ ഇപ്പോൾ തോട്ടം ഭൂമി മുറിച്ചു വയ്ക്കുകയാണ്. അതായത് 55 ഏക്കറോളം വരുന്ന ഭൂമി തോട്ടം മേഖലയാണ്. ആ തോട്ടം ഭൂമിയുടെ ചെറുക്കട എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ 5 ഏക്കർ ഭൂമിയോളം പഞ്ചായത്ത് വാങ്ങിക്കുന്നു. അതിൻ്റെ പേപ്പർ തോട്ടം മുറിച്ച വിൽപ്പന നിയമവിരുദ്ധമാണെന്നിരിക്കെ അത് നിയമവിധേയമാക്കുന്നു. അങ്ങനെ നിയമവിധേയമാക്കിയതിന് ശേഷം 5 ഏക്കർ ഭൂമി നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? ബാക്കിയുള്ള ഈ ചുരക്കുളം എസ്റ്റേറ്റിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ ഭാഗമായ 5 ഏക്കർ നിയമവിധേയമായാൽ ബാക്കിയുള്ള 45 ഏക്കർ നിയമവിധേയമാവുമല്ലോ, സ്വാഭാവികമല്ലേ? അങ്ങനെ നിയമവിധേയമാവുന്നുണ്ടെങ്കിൽ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ പണം തിരിച്ചെടുത്താൽ മാത്രം മതിയോ? ഇതിൻ്റെ പിന്നിലും ചില CPI നേതാക്കന്മാരുടെ ബന്ധമെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് മുമ്പിൽ അത് പരാതിയുണ്ട്. ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് കുമളിയിൽ നിന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. പാർട്ടി അന്വേഷിച്ചിട്ടില്ല. അതുപോലെ പാർട്ടിയുടെ MLA പീരുമേട് MLA പാർട്ടിക്കുള്ളിൽ പരസ്യമായി ആക്ഷേപം ഉന്നയിച്ചു, നിയമസഭയിൽ ആക്ഷേപം ഉന്നയിച്ചു, പാർട്ടിക്ക് പരാതി കൊടുത്തു. ഇതുവരെ ഒരു അന്വേഷണം നടക്കുന്നില്ല. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ജില്ലയിലെ ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിന് ജില്ലയിലെ ഭൂമി വിഷയങ്ങൾ പരിഹരിക്കുന്നതല്ല താല്പര്യം. ജില്ലയിലെ ഭൂമി വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അത് ഇടപെട്ട് പരിഹരിക്കുന്നതിന് പകരം സ്വാഭാവികമായും ഇപ്പോൾ എങ്ങനെ ഇത്തരം ഈ കേൾക്കുന്ന അനധികൃതമായ കയ്യേറ്റങ്ങൾ മറ്റ് തോട്ടം ഭൂമി മുറിച്ചു വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ പണമുണ്ടാക്കാം എന്ന ആലോചനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരവധിയായ ഭൂമി വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ CHR അടക്കം സൂചിപ്പിച്ചല്ലോ. ഈ വിഷയങ്ങളിലെല്ലാം എന്ത് നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നുള്ള ഒരു സംശയം ജനങ്ങൾക്കില്ലേ? സ്വാഭാവികമായും മന്ത്രിയെ സമീപിക്കുന്നു, ഗവൺമെന്റിനെ സമീപിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ പട്ടയ നിയമ ഭേദഗതി അടക്കം കൊണ്ടുവരുന്നു. നിയമ ഭേദഗതി നടപ്പാക്കി. ഞാനൊക്കെ നിരവധി വട്ടം പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്യുകയും വാക്കേറ്റം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. നിയമ ഭേദഗതിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് ആ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് വീക്ഷണം ഇവരുടെ ഇവരിത് പറയാൻ തയ്യാറാകണ്ടേ? നിയമ ഭേദഗതി കൊണ്ടുവരുന്നു, ഗവർണർ ഒപ്പിടാത്തതായിരുന്നു ആദ്യത്തെ പ്രശ്നം. ആ നിയമ ഭേദഗതി വേണമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഈ ഇടുക്കി ജില്ലയിലെ വിവിധ കർഷക സംഘടനകൾക്കടക്കം സംശയമുണ്ടാകുന്നു. ഇങ്ങനെ ഒരു നിയമ ഭേദഗതിയുടെ ആവശ്യമുണ്ടോ? ചട്ടത്തിൽ മാറ്റം വരുത്തിയാൽ പോരെ എന്ന ചർച്ച ഉയർന്നു വരുന്നു. സ്വാഭാവികമായും അന്ന് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ഞാനടക്കമുള്ള ആളുകൾക്ക് ഈ ചട്ട ഭേദഗതി പോരെ എന്ന സംശയം ഉണ്ടായിരുന്നു. അത് പാർട്ടികളിൽ ഉന്നയിച്ചാണ്. പക്ഷേ അതാ പോരാ. ഗവൺമെന്റ് നിയമപരമായുള്ള അന്വേഷണം നടത്തുമ്പോൾ അവര് ഗവൺമെന്റിന്റെ സംവിധാനങ്ങളിൽ അന്വേഷണം നടത്തുമ്പോൾ അത് അങ്ങനെ പോരായെന്നും നിയമം തന്നെ ഭേദഗതി ചെയ്യണമെന്നും ഉള്ള അറിവിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ആയിട്ട് പോയത്. ഓക്കെ, അങ്ങനെ പോട്ടെ. സ്വാഭാവികമായിട്ടും ആ ഗവർണർ ഒപ്പിട്ടു. മാസം എത്ര കഴിഞ്ഞു? അതിനുശേഷം സഭാ സമ്മേളനം കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത്, ജില്ലയിലടക്കം വന്നപ്പോൾ പറഞ്ഞത്, നവംബർ മാസത്തിൽ ചട്ടം രൂപീകരിക്കും, അത് പുറത്തു വരുമെന്നാണ് പറഞ്ഞത്. ഇത് നവംബർ മാസമാണ്. ഇതുവരെ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ ഇടുക്കി ജില്ലയെ ഞെട്ടിക്കുന്ന വാർത്തകളല്ലേ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചട്ട രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വീണ്ടും വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കാനുള്ള ചട്ടങ്ങളാണ് കൊണ്ടുവരുന്നതെന്നാണ് ഇപ്പോ പുറത്തു വരുന്ന വാർത്തകൾ. യാഥാർത്ഥ്യമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇപ്പൊ ഞാൻ പറഞ്ഞ പാർട്ടിക്കുള്ളിൽ തന്നെ, പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ഈ എടുക്കുന്ന നിലപാടുകൾ വലിയ വിയോജിപ്പുണ്ട്.
പാർട്ടി ജില്ലാ കമ്മിറ്റിയിലൊക്കെ വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അതിനെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ഉയർത്തുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഭാഗമായിട്ട് ഇതെല്ലാം നടക്കുന്നത് CHR തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. CHR ഗവൺമെന്റിന്റെ നിലപാട് എന്താണ് ഇപ്പോൾ? ഈ റവന്യൂ ഇപ്പോ 12,270 അല്ലെ, 12,276 ഏക്കർ ഭൂമി ഉണ്ടെന്ന് പലവട്ടം നമ്മൾ കോടതിയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമിക്കസ് ക്യൂറിയുടെ നിലപാടല്ല, വ്യത്യസ്ത നിലപാടുണ്ടാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ നിലപാട്, ഗവൺമെന്റിന്റെ ശരിയായ നിലപാട് ഈ കോടതികളെ അറിയിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നില്ലേ? കഴിഞ്ഞ ബിനോയ് വിശ്വം, ഇപ്പോഴത്തെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ബിനോയ് വിശ്വം, വനംവകുപ്പ് മന്ത്രിയും സഖാവ് ഇപ്പോഴത്തെ AITUC സംസ്ഥാന സെക്രട്ടറിയായ KP രാജേന്ദ്രൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമായിരുന്നപ്പോൾ VS ഗവൺമെന്റിന്റെ കാലത്ത് 2 വകുപ്പുകളും സംയുക്തമായി സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തതിന് ഫലമായി ഈ വനം മരങ്ങൾ റവന്യൂ വകുപ്പിന്റെ ആണെന്നും അല്ല ഫോറസ്റ്റിന്റെ ആണെന്നും ഭൂമി റവന്യൂവിന്റെ ആണെന്നും വ്യക്തത ഉണ്ടായതല്ലേ? അങ്ങനെയല്ലേ പട്ടയം കൊടുക്കാൻ തീരുമാനം ഉണ്ടായത്. എന്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന് ഇപ്പൊ സുപ്രീം കോടതി വേണ്ട നിലയിൽ ആ ഗൗരവത്തിൽ ധരിപ്പിക്കാൻ കഴിയുന്നില്ല? ഞാൻ പറയുന്നത്, ഈ സുപ്രീം കോടതിയിൽ ഒരു പ്രത്യേക അന്വേഷണം സുപ്രീം കോടതി നിയോഗിക്കുന്ന ഈ CHR വിഷയത്തിൽ അടിയന്തരമായി ഉണ്ടാവേണ്ടത് ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് സുപ്രീം കോടതി നിയോഗിക്കുന്ന ഒരു സമിതി ഈ CHR ഭൂമി ഈ വിഷയത്തെ പറ്റി പഠിക്കാൻ നിയോഗിക്കാൻ ഗവൺമെന്റ് ഇടപെടണം. 1. 2, CHR വിഷയത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു ജുഡീഷ്യൽ ടീമിനെ വെച്ചിട്ട് ഈ ഗവൺമെന്റ് ചെയ്യാലോ, ഒരു ജുഡീഷ്യൽ ടീമിനെ വെച്ച് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരു വ്യക്തത ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ കഴിയണം. അപ്പൊ ഇതിന് പലതും ചെയ്യാൻ കഴിയുന്നിരിക്കെ സുപ്രീം കോടതിയുടെ വിധി വന്നു, ഇനി എന്ത് ചെയ്യും എന്ന് ഒരു നിലപാടില്ലാതെ നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ചൊക്രമുടി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, BJP, CPI, CPM, കോൺഗ്രസ്, എല്ലാ പാർട്ടികളും ഈ ഭൂമി പരിസ്ഥിതി ദുർബല മേഖലയാണെന്നും കയ്യേറ്റമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും വലിയ സമരങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നു. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അവിടെ സന്ദർശിക്കുന്നു, CPI നേതാക്കൾ സന്ദർശിച്ചു, എല്ലാ നേതാക്കന്മാരും ഒക്കെ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇത് ഒരു മൂടുപടം തീർക്കുക, മാധ്യമങ്ങൾ എന്തെങ്കിലും ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഞങ്ങൾ കയ്യേറ്റക്കാർക്കൊപ്പമല്ല, എല്ലാം സർക്കാർ ഭൂമി സംരക്ഷിക്കാനുള്ള നിലപാടെന്ന് സ്വീകരിക്കുകയും മറ്റൊരു വിധത്തിൽ കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നടപടിയാണെന്ന് കരുതുന്നുണ്ടോ? ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇക്കാര്യത്തിലുള്ള സമീപനം എന്താണ്? അല്ല, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത് മുൻകൂടെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും പോലെ നമ്മുടെ ജില്ലയിൽ ഇതിനു മുമ്പ് വലിയ വിവാദങ്ങളായ കയ്യേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ സൂചിപ്പിച്ചത്, ഈ ചൊക്രമുടിയിൽ തന്നെ ഇപ്പോഴും അവിടെ 876 ഏക്കർ ഭൂമി സർക്കാരിൻ്റെ പാറത്തരിശായി രേഖപ്പെടുത്തിയിട്ടുള്ള റീസർവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയാണ്. ഇപ്പോഴും അവിടെ നിർമ്മാണങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടെ പുതിയ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത് ചൊക്രമുടി സംരക്ഷണ സമിതി കളക്ടറെ വിളിച്ച് പറഞ്ഞ് അവിടെ സ്റ്റോമം കൊടുക്കുന്നു. അവിടെ റോഡുകൾ നിർമ്മിക്കുന്നു, വലിയ ബഹുനില മന്ദിരങ്ങൾ നിർമ്മിക്കുന്നു. ഇപ്പോഴും നിർമ്മാണങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 876 ഏക്കർ ഭൂമിയിലാണോ നിർമ്മാണങ്ങൾ നടക്കുന്നതെന്ന് ഒരു പരിശോധന നടക്കുന്നില്ല. ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ 974 റീസർവേയിൽ 876 ഏക്കർ ഭൂമി സർക്കാരിൻ്റെ റവന്യൂ പാറത്തരിശായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അവിടെ നിർമ്മാണം നടക്കുന്നത് പലയിടത്തും പട്ടയം കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ അവകാശം. ആ പട്ടയം ഉള്ളതുകൊണ്ടാണല്ലോ അവിടെ നിർമ്മാണം നടത്താൻ NOC കിട്ടുന്നത്. ഇവിടെ അതാണ് സൂചിപ്പിച്ചത്, ലൈഫ് ഭവന പദ്ധതിയിൽ വീട് 4 ലക്ഷം രൂപ വീടിന് അനുവദിച്ച ഒരു കയർക്കിടക്കാൻ ഒരു കൂരയില്ലാത്ത പടുതയുടെ അടിയിൽ മഴയും വെയിലുമേക്കാതെ കിടന്നുറങ്ങുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് വെക്കാൻ അനുമതി കിട്ടാത്ത നാട്ടിൽ എങ്ങനെയാണ് ഈ സർക്കാർ പാരദർശിയായി രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയിൽ പട്ടയം കിട്ടുന്നത്? എങ്ങനെയാണ് ആ പട്ടയത്തിന്റെ മറവിൽ അവിടെ കെട്ടിടം, വലിയ റിസോർട്ടുകൾ, മണിമന്ദിരങ്ങൾ നിർമ്മിക്കാൻ NOC ലഭിക്കുന്നത്? അവിടെ എങ്ങനെയാണ് കരമടയ്ക്കാൻ കഴിയുന്നത്? അവിടെ എങ്ങനെയാണ് പഞ്ചായത്തിന് കെട്ടിടത്തിന് പെർമിറ്റ് കൊടുക്കാൻ കഴിയുന്നത്? വലിയ വിരോധാഭാസം. ഇത് കേൾക്കുമ്പോൾ വലിയ വിരോധാഭാസമല്ലേ ഇത്? അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയം നോക്കാതെ ഈ കാര്യത്തിൽ പൊതുവായൊരു നിലപാടുണ്ടാകണം. പരിസ്ഥിതിയെയും പ്രകൃതിയെയും കൂടി കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം, പ്രകൃതി സംരക്ഷിക്കപ്പെടണം. അങ്ങനെ ഇത് രണ്ടും ഉണ്ടെങ്കിലേ മനുഷ്യൻ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. മനുഷ്യൻ ജീവിക്കണ്ടേ? സ്വാഭാവികമായും മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന നാട്ടിൽ സ്വസ്ഥമായി. ഞാൻ ആദ്യം സൂചിപ്പിച്ചതാ, 100 കൊല്ലം 150 കൊല്ലമായി ഈ ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ കുടിയേറി പാർക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ഒരു കൂര വെച്ച്, സ്വന്തം കൈവശമിരിക്കുന്ന ഭൂമിയിൽ ഒരു കൂര വെച്ച് താമസിക്കാൻ അനുമതിയില്ല. ആ ഭൂമിക്ക് പട്ടയമില്ല. ഒരു കടമുറി ഉണ്ടാക്കാൻ അനുമതിയില്ല. ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്ഥാപനം ഉണ്ടാക്കാൻ അനുമതിയില്ല. എന്നാൽ ഇവിടെ അനധികൃതമായി മറ്റു പലതും നടക്കാൻ അനുമതി ഉണ്ടാകുന്നു. അപ്പൊ അത് സാധാരണ കൃഷിക്കാർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം ഈ ജില്ലയിൽ.
അവൻ്റെ ഭൂമിക്ക് കൈവശ ഭൂമി, കയ്യേറ്റക്കാരനോട് യാതൊരു മൃദു സമീപനവും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കയ്യേറ്റക്കാരനെ യാതൊരു മൃദു സമീപനവും സ്വീകരിക്കാതെ അവരെ കയ്യേറ്റം ഒഴിവാക്കി ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്നുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇടുക്കിയിലെ കുടിയേറ്റക്കാരെ സംരക്ഷിക്കണം. ഈ ചൊക്രമുടി മേഖലകളിൽ അല്ലെങ്കിൽ വിവിധ ജില്ലയിലെ വിവിധ മേഖലകളിൽ കയ്യേറിയിട്ടുള്ള ഇടുക്കിക്കാരെങ്കിലും വേണോ? ഇടുക്കിയിലെ പാവപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് കുടിയേറ്റം നടത്തി അല്ലെങ്കിൽ 10 സെന്റ് ഭൂമി വാങ്ങിച്ച് കൃഷി ചെയ്ത് അല്ലെങ്കിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. സ്വാഭാവികമായും അവരെ ദ്രോഹിക്കുന്നതിന് പകരം ഇവിടുത്തെ കയ്യേറ്റക്കാരെ കയ്യാമുമ്പ് ചിറക്കി വിടണം, കുടിയേറ്റക്കാരെ സംരക്ഷിക്കണം, അതിൻ്റെ ഭൂമിക്ക് പട്ടയം കൊടുക്കണം, അതിന് നിയമ തടസ്സം ഉണ്ടെങ്കിൽ മാറ്റണം, അവന് ഒരു കൂര വെച്ച് താമസിക്കാനുള്ള അനുമതി കൊടുക്കണം, അവന് ജീവിക്കാൻ വേണ്ടി ഒരു കടമുറി ഉണ്ടാക്കണമെങ്കിൽ ആ കടമുറി വയ്ക്കാനുള്ള അനുമതി കൊടുക്കണം. അതിലൊക്കെയുള്ള നിയമ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയാണ് ഈ ജനപ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്ത് നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത്. അതാണ് നിയമസഭ. നിയമങ്ങൾ ഉണ്ടാക്കേണ്ട സഭയാണത്. ഏത് നിയമവും ഭേദഗതി ചെയ്യാൻ, ഏത് നിയമവും സൃഷ്ടിക്കാൻ പര്യാപ്തമായ സഭയാണ് നിയമസഭ. അതുകൊണ്ടാണ് കേരളത്തിലെ ഈ ജനങ്ങളുടെ പ്രതിനിധികളെ 140 MLA-മാരെ നിയമസഭയിലേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ സഭയിൽ ഈ നിയമങ്ങൾ ഭേദഗതി ചെയ്യണം. അവരല്ലേ ഭേദഗതി ചെയ്യണ്ടേ? ഈ നാട്ടിലെ നിയമങ്ങളുടെ നൂലാമാലകൾ പറഞ്ഞുകൊണ്ട്, നിയമ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവരോട് തടസ്സങ്ങൾ പറഞ്ഞ് നിസ്സഹായത പറയുന്നതിന് പകരം ചെയ്യേണ്ടത് ഈ ജനങ്ങൾക്കൊപ്പം നിന്ന് നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച്, നിയമങ്ങളിൽ തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കി, ഭേദഗതി ചെയ്യേണ്ട നിയമമാണെങ്കിൽ ഭേദഗതി ചെയ്ത് ജനങ്ങളെ സഹായിക്കാനും ജനങ്ങൾക്കൊപ്പം നിൽക്കാനും ഉള്ള നിലപാടാണ് ഈ ഇടുക്കിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന് കൂടുതൽ സാധ്യതയുണ്ട്. സ്വാഭാവികമായും റവന്യൂ വകുപ്പ് ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ബാധ്യതയുണ്ട്. ജനങ്ങൾക്കൊപ്പമാണെന്ന് മയക്ക് വെച്ച് കെട്ടി പറഞ്ഞാൽ പോരാ, ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. സ്വാഭാവികമായും ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഉണ്ടാകുന്ന നിരവധിയായ ഭൂമി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം അവരുടെ കൂടെയാണ്, ജനങ്ങളുടെ കൂടെയാണ് ഇവർ നിൽക്കുന്നതെന്ന് ജനങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവസാനമായിട്ട് ഇപ്പോൾ താങ്കൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ താങ്കൾക്ക് മുമ്പേ തന്നെ ഈ ചുക്രമുടി കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ശബ്ദിച്ചു എന്നതിൻ്റെ പേരിൽ ഈ ചുക്രമുടിയുമായി ബന്ധപ്പെട്ട നടപടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഇരകളാക്കപ്പെട്ട, ഈ പരാതി പറഞ്ഞ ഇരകളാക്കപ്പെട്ട ആളുകൾ എത്ര പേരുണ്ട് പാർട്ടിയിൽ തന്നെ? പാർട്ടിയിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇരകളായ 2 പേരാണ്. ഒരാൾ ഞാനാണ്, ഒരാൾ പാർട്ടിയുടെ 50 വർഷത്തിലധികമായി പാർട്ടിയുടെ ജില്ലയിലെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന ഒരു സഖാവുണ്ട്, സഖാവ് മാത്യു വർഗീസ്. ജില്ലയിലെ ഒരു കർഷക മുഖമായിരുന്നു. കാരണം ഒരു 10-40 വർഷമായി നമ്മുടെ കിസാൻ സഭയുടെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ അതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒക്കെയായി ജില്ലയിലെ മുക്കിലും മൂലയിലും കൃഷിക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റിനൊപ്പം നിൽക്കുകയും പാർട്ടിക്കൊപ്പം നിൽക്കുകയും എന്നാൽ പൊതുവായ കൃഷിക്കാരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്ത ഒരു സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു മാത്യു വർഗീസ്. എന്നാൽ മാത്യു വർഗീസിന് എതിരെ പാർട്ടി വിവിധ ഈ കഴിഞ്ഞ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വിവിധങ്ങളായ പാർട്ടി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗമായിരുന്നു ദീർഘനാൾ, പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷൻ അംഗമായിരുന്നു, അച്ചടക്ക സമിതിയാണ് കൺട്രോൾ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ അച്ചടക്ക സമിതിയുടെ അംഗമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അവസാനം അദ്ദേഹം ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ, ഈ ചൊക്രമുടി വിഷയത്തിൽ, ഈ പരിസ്ഥിതി ദുർബല മേഖലയാണ്, റെഡ് സോണിൽപ്പെട്ട മേഖലയാണ്, അവിടെ ഉരുൾപൊട്ടലടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അവിടെ 35 ലക്ഷത്തോളം വരുന്ന രൂപയുടെ മരങ്ങൾ വെട്ടിക്കിടത്തിയിരിക്കുന്നു. അവിടെ പഞ്ചായത്ത് അടക്കം ഉള്ള ഇടപെടൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവിധ വകുപ്പുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു റവന്യൂ വകുപ്പിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമല്ല ഇതെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ കൈവശമുള്ള വകുപ്പുകൾ കൂടി ഇടപെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു. നവമാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ശിക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ആത്യന്തികമായ കാര്യം എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാലിക്കേണ്ട ഏറ്റവും ആത്യന്തികമായ മര്യാദ എന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, ഈ പാർട്ടിയുടെ ക്ലാസ് എടുക്കാനൊക്കെ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കേരളത്തിലാകെ പോകുന്ന ആളാണ് ഈ മാത്യു വർഗീസ്. അദ്ദേഹമൊക്കെ എനിക്കൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്യന്തികമായ ദൗത്യം വിമർശനവും സ്വയം വിമർശനവുമാണ്.
ആ സ്വയം വിമർശനം നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ നമ്മുടെ പാർട്ടിയോട് തുറന്നു പറയുകയും അങ്ങനെ പാർട്ടിയോട് തുറന്നു പറഞ്ഞതിന് ശേഷം നമ്മുടെ ഘടകത്തിൽ ആർക്കെതിരെയുമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാം. ഇപ്പോൾ ഞാൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗമായ എനിക്ക് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയെ സംബന്ധിച്ച്, ഇപ്പോൾ ഡി രാജയാണ് സെക്രട്ടറി, ആ ഡി രാജയെ സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, വിമർശനമുണ്ടെങ്കിൽ എൻ്റെ ഘടകത്തിൽ, ഞാൻ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഘടകത്തിൽ ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച പാർട്ടിയാണിത്. എന്നാൽ ഇപ്പോൾ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു. വിമർശനം ഉന്നയിച്ചാൽ അവനെ ഉടനടി എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ച്, എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ച് അവനെ ഉടനടി സംഘടനാപരമായും രാഷ്ട്രീയമായും ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശ്രമമാണ് ഈ പാർട്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇത് മാത്രമല്ല തങ്കച്ചൻ പീറ്റർ കാരണം, ഇത് മാത്രമല്ല, ഇത് തുടങ്ങിയിട്ട് ഒരു 3 വർഷം ആവാറായി. പാർട്ടി കഴിഞ്ഞ സമ്മേളന കാലഘട്ടത്തിൽ അടിമാലിയിൽ വെച്ചാണ്, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാകും, പാർട്ടി ജില്ലാ സമ്മേളനം ദീർഘകാലത്തിന് ശേഷം അടിമാലിയിൽ വെച്ചാണ് നടന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതാണ്ട് വലിയ ആഘോഷത്തോടു കൂടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഏറ്റവും ഭംഗിയായി എങ്ങനെയാണോ നടത്തേണ്ടത് ആ നിലയിൽ കഴിഞ്ഞ ജില്ലാ സമ്മേളനം നടന്ന സ്ഥലമാണ് അടിമാലി. അടിമാലിയിലെ പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ നിന്ന് 6 നേതാക്കന്മാർ, ഏറ്റവും മുതിർന്ന പന്നിൻ രവീന്ദ്രൻ അടക്കമുള്ള പാർട്ടിയുടെ ഇപ്പോഴത്തെ 2 മന്ത്രിമാരടക്കം പാർട്ടി സ്റ്റേറ്റ് സെൻറ്ററിൽ നിന്ന് 6 നേതാക്കന്മാരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. സ്വാഭാവികം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ നിർദ്ദേശം പാർട്ടി അത് അങ്ങനെയാണ്. ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിൽ പോലും പാർട്ടിയുടെ മേൽഘടകം ഒരു നിർദ്ദേശം എവിടെയാണോ സമ്മേളനം നടക്കുന്ന ആ ഘടകത്തിൽ പറയും. ഇപ്പോൾ സെക്രട്ടറിമാരെയൊക്കെ സംബന്ധിച്ച് സാധാരണ അങ്ങനെയാണ്. ബ്രാഞ്ചിലാണെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം പറയും, ലോക്കൽ കമ്മിറ്റിയുടെ സമ്മേളനമാണെങ്കിൽ മണ്ഡല കമ്മിറ്റി. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോഴും അത് നിഷേധിക്കാനൊക്കെ അവകാശമുണ്ട്, മത്സരിക്കാനൊക്കെ അവകാശമുണ്ട്. പക്ഷേ മേൽ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായാൽ സ്വാഭാവികമായും അത് അംഗീകരിക്കപ്പെടുകയാണ് ഞങ്ങളുടെ പാർട്ടി അന്നത്തെ പഴയ പതിവ്. അപ്പോൾ പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ നിർദ്ദേശം സഖാവ് ES ബിജിമോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആകണം എന്നുള്ളതായിരുന്നു. അത് ഞാൻ നിർദ്ദേശം വെച്ചത്, പാർട്ടി അന്നത്തെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിർദ്ദേശം വെച്ചത് പന്നിൻ രവീന്ദ്രനാണ്. അവർ 6 പേർ നേതാക്കന്മാർ പങ്കെടുത്ത അന്നത്തെ നിലവിലുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് കൂടുകയും ആ ജില്ലാ എക്സിക്യൂട്ടീവിൽ സഖാവ് പന്നിൻ രവീന്ദ്രനാണ് നിർദ്ദേശം വെച്ചത്. അങ്ങനെ പന്നിൻ രവീന്ദ്രനാണ് നിർദ്ദേശം വയ്ക്കുകയും എന്നാൽ ആ നിർദ്ദേശം എക്സിക്യൂട്ടീവിൽ അംഗീകരിക്കപ്പെടാതെ വരികയും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ നിർദ്ദേശത്തെ മറികടന്ന് ആ ജില്ലാ എക്സിക്യൂട്ടീവ് K. സലിംകുമാറിൻ്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് ജില്ലാ കമ്മിറ്റി നിലവിലുള്ള അന്നുണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റി കൂടി ആ ജില്ലാ കമ്മിറ്റിയിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഈ നിർദ്ദേശം വെച്ചു. എന്നാൽ ആ നിർദ്ദേശം നിലവിലുള്ള ജില്ലാ കമ്മിറ്റി തള്ളുകയും അവിടെ സ്വാഭാവികമായ ഒരു വോട്ടെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ബാക്കി കുറേയൊക്കെ മാധ്യമങ്ങളിലൊക്കെ അന്നത് വന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അന്ന് നിങ്ങൾ കേട്ടതാണ്, ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി സലിംകുമാർ വലിയ 50 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 43 പേരുടെ പിന്തുണയോടുകൂടി അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി. സ്വാഭാവികമായിട്ടും അത് ഭരണഘടനമായ പാർട്ടി അനുവദനീയമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്, പാർട്ടി ഘടകത്തിൽ ഒരു സഖാവ് ഒരു വാദം ഉന്നയിച്ചാൽ, ഒരു അഭിപ്രായം ഉന്നയിച്ചാൽ, വ്യത്യസ്ത അഭിപ്രായമായിരിക്കും ചിലപ്പോൾ ഭൂരിപക്ഷം എടുക്കുന്ന തീരുമാനം. ആ ഭൂരിപക്ഷം എടുക്കുന്ന തീരുമാനം നടപ്പാക്കാൻ ന്യൂനപക്ഷമാണെങ്കിലും ഒരു തീരുമാനം പാർട്ടി എടുത്താൽ ആ തീരുമാനത്തിനൊക്കെ ന്യൂനപക്ഷ അഭിപ്രായം പറഞ്ഞവർ നിൽക്കണം എന്നാണ്. ഭൂരിപക്ഷം കൂടി ഒരു തീരുമാനം എടുത്തു, അതാണ് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമാണ് അംഗീകരിക്കേണ്ടത്. അപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ ആളുകളും ആ ഭൂരിപക്ഷ തീരുമാനത്തോടൊപ്പം ആ തീരുമാനം നടപ്പാക്കാൻ മുൻപിൽ നിൽക്കണം എന്നാണ് പാർട്ടി പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ സലിംകുമാർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ഞങ്ങൾ 7 പേർ, ബിജിമോൾക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 7 പേരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തി, പാർട്ടിക്കുള്ളിലുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ കണ്ടെത്താനുള്ള ശ്രമമാണ് പിന്നെ നടത്തിയത്. അങ്ങനെ കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഓരോ ദിവസവും ഈ പുതിയ ആരോപണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ കൊണ്ട് പരാതികൾ കൊടുപ്പിച്ച് ആരോപണങ്ങൾ ഉണ്ടാക്കി അവരെ രാഷ്ട്രീയമായും സംഘടനാപരമായും ഇല്ലായ്മ ചെയ്യുന്നുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ട് 2-2.5 വർഷമായി. കഴിഞ്ഞ സമ്മേളനം കഴിഞ്ഞപ്പോൾ മുതൽ ആരംഭിച്ചതാണ്. ആ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ഇപ്പോൾ ചൊക്രമുടി വിഷയത്തിലും ഞാൻ ആരോപണം ഉന്നയിച്ചപ്പോൾ അവർ പരസ്യമായി, എൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഈ പറഞ്ഞ സഖാവ് മാത്യു വർഗീസിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾ 2 പേരും പറഞ്ഞു പരസ്യമായി. പറയാത്ത പലരുമുണ്ട് പാർട്ടിയിൽ, പറയാത്ത പലരുമുണ്ട്. എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നിരാശരാണ്. അതിന് മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ പോയിരുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളെല്ലാം പാർട്ടി നേതൃത്വത്തിനെതിരെ പറയണമെന്ന് നിർബന്ധമില്ല. കാരണം അതൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിനെതിരെ പറയാൻ പലർക്കും ധൈര്യക്കുറവുണ്ട്. കാരണം എല്ലാവരും ഒരുപോലെ പറയുന്നവരല്ല. ധൈര്യക്കുറവിന് കാരണം അവരെല്ലാം മറ്റു പല സംവിധാനങ്ങൾക്ക് കീഴിലാണ്.
ചിലർ പഞ്ചായത്ത് മെമ്പർമാരാണ്, ചിലർ ഏതെങ്കിലും സഹകരണ സ്ഥാപനങ്ങളിലെ ഡയറക്ടർമാരാണ്, ചിലർ മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. അതുപോലെ പാർട്ടി നേതൃത്വത്തിനെതിരെ പറയാൻ, കമ്മിറ്റിക്കുള്ളിൽ പോലും ആരോപണം ഉന്നയിക്കാൻ, കമ്മിറ്റിക്കുള്ളിൽ വിമർശനം ഉന്നയിക്കാൻ മടിയുള്ളവരും പേടിയുള്ളവരുമാണ് പലരും. കാരണം അങ്ങനെ ഉന്നയിച്ചാൽ പിന്നെ അവനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഈ നേതാക്കന്മാർ ആരംഭിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് പറയാൻ പലരും മടിക്കുന്നത്. എന്നാൽ നിഷ്പക്ഷമായ ഒരു പരിശോധന, സത്യസന്ധമായി ഈ ആളുകളോട് ഒന്ന് സംസാരിക്കാൻ തയ്യാറാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ നേതാക്കന്മാരോടുള്ള വിയോജിപ്പ്, ഇവരെടുക്കുന്ന നിലപാടുകളോടുള്ള വിയോജിപ്പ്, ഈ പാർട്ടിയുടെ പോക്കിനുള്ള വിയോജിപ്പ് വളരെ ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നേതാക്കന്മാർ മാത്രമല്ല, താഴെയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ, അവരാണ് ഈ പാർട്ടിയുടെ ശക്തി. സാധാരണ പാർട്ടി സഖാക്കളാണ് ഈ CPIയുടെ ശക്തി. ആ സഖാക്കളോടൊന്ന് പോയി സംസാരിച്ചാൽ അവർ വളരെ നിരാശരാണെന്ന് നമുക്ക് ബോധ്യമാകും ഈ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ പോക്കിനോട്. അപ്പം അതുകൊണ്ടാണ് എന്നെപ്പോലെ പറയുന്നത് ചിലപ്പോൾ 1-2 പേരായിരിക്കും. അങ്ങനെ 1-2 പേര് പറയുമ്പോൾ ആ 1-2 പേരെ ചിലപ്പോൾ നടപടികളെടുത്ത് പുറത്താക്കാൻ കഴിയും, നടപടി എടുക്കാൻ കഴിയും, എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയും, ഞാൻ കള്ളനാണെന്ന് പറയാൻ കഴിയും, കൊള്ളക്കാരനാണെന്ന് പറയാൻ കഴിയും. പക്ഷേ ഇവർക്ക് പാർട്ടി ഫോറങ്ങളിലോ അല്ലെങ്കിൽ മൈക്ക് വെച്ച് കെട്ടി തിരിച്ചാരും പറയില്ല എന്നുള്ളതുകൊണ്ട് മൈക്ക് വെച്ച് കെട്ടിയോ എനിക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടി നടപടി എടുക്കുന്നവർക്കെതിരെയോ ഇവർക്കെതിരെ പറയുന്നവർക്കെതിരെയോ ആരോപണം ഉന്നയിക്കാൻ പറ്റും. പക്ഷേ പൊതുസമൂഹം ഇതൊന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല. പൊതുസമൂഹം ഇത് പുച്ഛത്തോടു കൂടിയാണ് തള്ളിക്കളയുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവരെ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവരെനിക്ക് എതിരെ ഇവിടെ മൈക്ക് വെച്ചേട്ടി പറഞ്ഞു 3 കാര്യങ്ങളാണ് ആക്ഷേപം ഉന്നയിച്ചത്. 3 ആക്ഷേപങ്ങൾ അടിമാലി ടൗണിൽ പൊതുസമൂഹത്തിൽ, അടിമാലി ഞാൻ 30 വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന അടിമാലി ടൗണിൽ മൈക്ക് വെച്ചേട്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ 3 ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ. അതിൽ ഒന്ന് പറഞ്ഞത്, ഞാൻ ലക്ഷ്മിയിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് 14 ഏക്കർ ഭൂമി കയ്യേറി, ആ ഭൂമി വെട്ടിത്തെളിക്കാൻ വേണ്ടി ആരെയോ ചുമതലപ്പെടുത്തി. അങ്ങനെ ചുമതലപ്പെടുത്തിയ പണിക്കാരന് 15 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ട്. അങ്ങനെ കൊടുക്കാനുള്ളതിൻ്റെ പേരിൽ അയാൾക്ക് കടം കയറി കൂടി അയാൾ ആത്മഹത്യ ചെയ്യാൻ പോയി. എനിക്കെതിരെയുള്ള ഒരാക്ഷേപം അതാണ്. അതിന് പാർട്ടി അന്വേഷണം നടത്തി ഞാൻ കുറ്റക്കാരനാണെന്നുകൊണ്ട് നടപടിയെടുത്തു. 1. 2 പറഞ്ഞത്, ആ വിഷയം ഇവിടെ സമൂഹത്തിൽ ഉണ്ടായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ അന്ന് പോലീസിട്ട് FIR ഉണ്ട്, വെള്ളത്തൂർ പോലീസിട്ട് FIR ഉണ്ട്. ആ വിഷയത്തിൽ അടിമാലിക്കാരനായ വേറൊരാൾ പ്രതിയാണ്. ആ FIR ഞാനില്ല. പക്ഷെ പാർട്ടിക്ക് പരാതി കൊടുപ്പിച്ചു എൻ്റെ പേരിൽ ഇവിടുത്തെ ചില നേതാക്കന്മാർ ഞാൻ ഈ ആദ്യം പറഞ്ഞ ജില്ലാ സമ്മേളനത്തിന് ശേഷമുള്ള വിഭാഗീയതയുടെ ഒക്കെ ഭാഗമായി, അതിന് മുമ്പുള്ള ചില വിഭാഗീയതയുടെ ഭാഗമായി എനിക്കെതിരെ പരാതി കൊടുപ്പിച്ചു. ആ പരാതിയുടെ ഭാഗമായി പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ എൻ്റെ പേര് വ്യാജമായി എഴുതി ചേർപ്പിച്ചു ഈ പരാതിക്കാരനെ കൊണ്ട്. ഈ പോലീസ് കൊടുത്ത പരാതിയിൽ മൊഴിയിലൊന്നും എൻ്റെ പേരില്ല. ഒരു ആക്ഷേപം അതാണ്. 2 പറഞ്ഞത്, ഞാൻ പട്ടയ കച്ചവടം നടത്തി കോടികൾ സമ്പാദിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പൊതുസമൂഹത്തിലാണ് ജീവിക്കുന്നത് 30 കൊല്ലമായി. ഞാൻ പട്ടയ കച്ചവടം നടത്തി അല്ലെങ്കിൽ പട്ടയത്തിൻ്റെ പേരിൽ ആരോടെങ്കിലും ഞാൻ 1 രൂപ വഴിവിട്ട് ഏതെങ്കിലും കാര്യത്തിന് ചോദിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയാൻ വേണ്ടി എനിക്ക് എൻ്റെ മാധ്യമമായിട്ടുള്ള ഫേസ്ബുക്കിലൂടെ ഈ സമൂഹത്തോട് പറഞ്ഞു. ആരോടെങ്കിലും നിരവധി ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ ഞാൻ പട്ടയ കമ്മിറ്റി അംഗം എന്നുള്ളതിൽ ഇടപെട്ടിട്ടുണ്ട്. കർശനമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിരവധി പേർക്ക് പട്ടയം കൊടുക്കാനുള്ള ഗവൺമെന്റിനെ കൊണ്ട് സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ കഴിച്ചിട്ടുണ്ട്. അത് ഈ പൊതുസമൂഹത്തിന് അറിയാം. അങ്ങനെ അതിൻ്റെ പേരിൽ ആരോടെങ്കിലും ഏതെങ്കിലും ഉപകാരങ്ങളോ പാരിതോഷികങ്ങളോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ ഞാൻ എൻ്റെ FB പോസ്റ്റിലൂടെ പറഞ്ഞു. പക്ഷെ ഒരാളും ഇതുവരെ പറഞ്ഞു കേട്ടില്ല. ഞാൻ കോടികൾ സമ്പാദിച്ചു എന്നാണ് പാർട്ടി എടുത്തത്. മറ്റൊന്ന് പറഞ്ഞത്, ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായ ജയ മധു നമ്മുടെ മൂന്നാറിലെ വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഓഫീസിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അടിമാലിക്കാരൻ വിവരാവകാശം ചോദിച്ചതുകൊണ്ട് അവർ പണി പോയി എന്നാണ് പറയുന്നത്. വിവരാവകാശം ചോദിച്ചതിൻ്റെ പേരിൽ പണി പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിവരാവകാശം രാജ്യത്ത് നടപ്പാക്കിയത് ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഒരു മനുഷ്യനെ അറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഒരു നിയമം പാർലമെൻറ്റിൽ തന്നെ കൊണ്ടുവന്നൊരു നിയമമാണത്. ആ നിയമത്തിൻ്റെ ഭാഗമായി ആരെ സംബന്ധിച്ചെങ്കിലും വിവരാവകാശം ചോദിച്ചാൽ ആരുടെയെങ്കിലും ജോലി പോകുമെന്ന് ഞാൻ ആദ്യമായി കേൾക്കുന്നതാണ്. ഞാനൊരു അപേക്ഷ കൊടുത്തിട്ടില്ല, ഞാനൊരു പരാതി കൊടുത്തിട്ടില്ല, ഞാനൊരിടത്തും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കെതിരെ അവരൊരു ആക്ഷേപം കൊണ്ടുവരികയാണ്, ഞാൻ പരാതി കൊടുത്തതിൻ്റെ പേരിലാണ് അവരുടെ ജോലി പോയത് എന്ന് പറഞ്ഞ് ആക്ഷേപം കൊണ്ടുവരികയാണ്. അങ്ങനെ നട്ടാക്കുരുക്കാത്ത നുണകൾ പറഞ്ഞുകൊണ്ട്, തെറ്റായ പരാതികൾ ഉണ്ടാക്കിക്കൊണ്ട്, ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ തന്നെ ഞാൻ ചൊക്രമുടി വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി, ചൊക്രമുടി വിഷയത്തിൽ നേതാക്കന്മാരുടെ പേര് പരസ്യമായി പറഞ്ഞതിൻ്റെ ഫലമായി, ഇവർ ഈ കാര്യത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി എന്നെ രാഷ്ട്രീയമായി തീർക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, പൊതുസമൂഹം ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല എന്നും വിശ്വസിക്കില്ല എന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവസാനമായിട്ട് ഈ ചൊക്രമുടി വിഷയവുമായി ബന്ധപ്പെട്ട്
താങ്കൾക്ക് ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുക? അല്ല, എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ചക്രമുടിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ചക്രമുടി വിഷയത്തിൽ ഇപ്പോൾ ഒരു വലിയൊരു സമൂഹം ആ വിഷയത്തിന് പിന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം ചക്രമുടി മലനിരകളിൽ ഇപ്പോൾ ചൂരൽമല പോലെ വയനാട്ടിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലും ഒരു സംഭവം, അവിടുത്തെ മല തുറന്ന് റോഡുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അവിടെ പാറഖനനം നടത്തിയതുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ നീരൊഴുക്കുകൾ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ ആ മലയെല്ലാം കൂടി ഇടിഞ്ഞ് താഴേക്ക് വന്ന് ബൈസൺവാലി എന്ന് പറയുന്ന സൊസൈറ്റി മേട് എന്ന് പറയുന്ന ആ ഗ്രാമം തന്നെ ഇല്ലാണ്ടായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവിടെ ഒരു വലിയ സമൂഹം ജീവിക്കുന്നുണ്ട്. ആ സമൂഹം ഇന്ന് വലിയ സമരത്തിലും പോരാട്ടത്തിലുമാണ്. അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും അവർക്കൊപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മറ്റ് യാതൊരുവിധ വൈവിധ്യങ്ങളും ഇല്ലാതെ മുഴുവൻ ആളുകളും ആ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ പിന്തുണ, അവിടെ നടന്നുള്ള ആ കയ്യേറ്റം ചുവപ്പ് നാടയിൽ കുടുങ്ങി അതിൽ പങ്കാളികളായ ആളുകൾ രക്ഷപ്പെടാതിരിക്കാൻ, അതിൽ കോഴ വാങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ കോഴ വാങ്ങി ചക്രമുടിയിലേക്ക് വ്യാജരേഖകൾ നിർമ്മിക്കാൻ, കയ്യേറ്റം നടത്താൻ, ആ പട്ടയം അവിടെയാണെന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ കൂട്ടു നിന്നിട്ടുള്ള, ചെറുവിരലെങ്കിലും അനക്കിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ബാക്കിയില്ലാത്ത നിലയിൽ നടപടി മേടിക്കാൻ, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ, അവരെ അതിന് പ്രാപ്തരാക്കിയ, അവർക്ക് പിൻബലം കൊടുത്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പൊയ്മുഖം വലിച്ചു കീറി സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഈ സമൂഹം ചക്രമുടിയിലെ സമരക്കാർക്കൊപ്പം നിൽക്കണം. ചക്രമുടി വിവാദം ഉന്നയിച്ച് അതിന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട എന്നെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്നാണ് എനിക്ക് സമൂഹത്തിൽ ആവശ്യപ്പെടാനുള്ളത്. നിലപാടിൽ തൻ്റെ നിലപാട് അറിയിച്ചത് CPIയുടെ മുൻ ജില്ലാ കൗൺസിൽ അംഗം വിനൂസ് കറിയാണ്. എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.